എഡ്യൂക്കേഷൻ ഫീൽഡിൽ പാനൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവാണ് പാനൽ ഉപയോഗിക്കുന്നത്? പണ്ടത്തെ ഒരു ടീച്ചിങ് മെത്തേഡും ഇന്നത്തെ ഒരു ടീച്ചിങ് മെത്തേഡും വെച്ച് നോക്കുമ്പോൾ ഈ പാനൽ എത്രത്തോളം ഉപയോഗം ആണ്? നമുക്ക് എങ്ങനെ ചൈനയിൽ അല്ലെങ്കിൽ യൂറോപ്പിലോ യു എസിലോ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് നമ്മളുടെ മക്കളെ കോമ്പീറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിലേക്ക്, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മളെ മക്കളെ എങ്ങനെയാണ് ഈ ഒരു ചിന്തയിൽ നിന്നാൽ ഇത് പ്രോഫിറ്റബിൾ ആവുമോ, ലോസ് ആവുമോ, അതല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോകുമോ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് നിൽക്കുമ്പോൾ ലോകം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളിലെ കുട്ടികളോട് അവരുടെ ഒരു എംപ്ലോയബിലിറ്റി സ്റ്റേജിലേക്ക് വരുമ്പോൾ എങ്ങനെ കോമ്പീറ്റ് ചെയ്യും? നമ്മളെ പഴയ ട്രഡീഷണൽ സിസ്റ്റത്തിലും സ്റ്റൈലിലും പഠിച്ചു വന്നാൽ. പൊതുവേ നമ്മുടെ ടെക്നോളജി ഇന്റഗ്രേഷൻ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഒരു ധാരണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടീവ് സിസ്റ്റം ആണെന്നാണ്. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ആവുന്നുണ്ടോ, കൂടുതൽ ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടോ? ആ അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ പലതും ചോർന്നു പോകുന്നുണ്ടോ എന്നുള്ള പേടി പഴയ ടീച്ചേഴ്സിന് ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങിന് വരുമ്പം പാരൻസിനാണെങ്കിലും സ്കൂളുകളിൽ ക്ലാസ്സിന് പോകുമ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും ഏറ്റവും വലിയൊരു വിഷമം പറയുന്നത് കുട്ടികൾ ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്ഷൻ വന്നിട്ടുണ്ട്. ഇത്രയും പ്രോഡക്റ്റുകളിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ പലരും അതിന്ന് മടിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. അത് പല കോർപ്പറേറ്റ് ഓഫീസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല വലിയ വലിയ കോളേജുകളിലും സ്കൂളുകളിലും ടെക്നോളജിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ ചെയ്യാൻ മടിക്കുന്നുണ്ട് പലരും. നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡേൺ ടെക്നോളജി എഡ്യൂക്കേഷൻ സെക്ടറിലും കോർപ്പറേറ്റ് സെക്ടറിലും എങ്ങനെ യൂസ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞാൻ അബ്ദുൽ ഹമീദ്, എഡ്യൂക്കേഷനിസ്റ്റ്. ഹായ്, ഐ എം രമ്യ ശങ്കർ, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണ്, ഒരു മൈൻഡ് വെൽനസ് കോച്ച് കൂടെയാണ്. മൈ നെയിം ഈസ് ഫവാസ്, ഞാനൊരു കോർപ്പറേറ്റ് കൺസൾട്ടന്റ് ആണ്. എൻ്റെ പേര് വിവേക്, ടെക്സ ടെക്നോളജിയുടെ MD ആണ്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ മാഷത് പാനൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം എഫക്റ്റീവാണ് പാനൽ ഉപയോഗിക്കുന്നത്? പണ്ടത്തെ ഒരു ടീച്ചിങ് മെത്തേഡും ഇന്നത്തെ ഒരു ടീച്ചിങ് മെത്തേഡും വെച്ച് നോക്കുമ്പോൾ ഈ പാനൽ എത്രത്തോളം ഉപയോഗം ആണ് എന്നുള്ളതൊന്ന് പറയാൻ കഴിയുമോ? പൊതുവേ നമ്മുടെ ടെക്നോളജി ഇന്റഗ്രേഷൻ എഡ്യൂക്കേഷൻ എന്നുള്ളൊരു ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ ഒക്കെ ഒരു ധാരണ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്നോളജി എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടീവ് സിസ്റ്റം ആണെന്നാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. ടെക്നോളജി ഇസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആദ്യമായിട്ട് നമുക്ക് ഈ ടെക്നോളജി ഇന്റഗ്രേഷനായിട്ട് ഒരു ഫ്രെയിം വർക്ക് സജസ്റ്റ് ചെയ്യുന്നത് 80s ലീ ഷൂൾമാൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെന്താന്ന് പറഞ്ഞാല്, ഒരു ടീച്ചർ ഒരു പുസ്തകം വായിക്കുമ്പം അതിന്റെ കോണ്ടന്റ് മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതിന്റെ എങ്ങനെ അത് പഠിപ്പിക്കാം എന്നുള്ള കാര്യം കൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് ഉദാഹരണം ഞാൻ ഉപയോഗിക്കുമ്പോൾ ഇത് പഠിപ്പിക്കാം എന്നുള്ള കാര്യമൊക്കെയാണ് അയാളുടെ മനസ്സിലേക്ക് വരുന്നത്. അതുകൊണ്ട് ഇതിനെ ഷൂൾമാൻ വിളിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഡഗോജിക്കൽ കോണ്ടന്റ് നോളജ് ആണ്, PCK എന്ന് പറയും. എന്നാൽ പിന്നീട് നമ്മുടെ ഒരു കോൺസെപ്റ്റ് മൊത്തം മാറിയിട്ടുണ്ട്. നമ്മൾ ഇപ്പൊ പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ, ചേച്ചി ഈ ഒരു ഐഡിയ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് മാത്യു കോളറിനും അതുപോലെ തന്നെ പുന്യ മിശ്ര എന്ന് പറഞ്ഞ 2 പേര് പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റി. അവർ പറഞ്ഞൊരു കാര്യം, ഒരു മോഡേൺ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരു കാര്യം പഠിപ്പിക്കണം എന്നൊരു ടീച്ചർ ആഗ്രഹിക്കുമ്പോൾ അദ്ദേഹം 3 കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഒന്ന്, എന്താണ് ആ കോണ്ടന്റ്; രണ്ടാമത്തേത് എങ്ങനെ പഠിപ്പിക്കണം; മൂന്നാമത്തേത് എന്ത് ടെക്നോളജി ഉപയോഗിച്ച് പഠിപ്പിക്കാം. ഇതാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന TPAC എന്ന് പറഞ്ഞ ഫ്രെയിം വർക്ക്. അതിനർത്ഥം ടെക്നോളജി ഒഴിവാക്കിക്കൊണ്ട് ഒരു പഠനം ഇല്ല എന്നുള്ളതാണ്. ടെക്നോളജി അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഈ മാഷ് പറഞ്ഞില്ലേ ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് ഇത് എന്ത് ടെക്നോളജിയാണ് പണ്ട് യൂസ് ചെയ്തിരുന്നത്, അത് ഇപ്പോൾ? അതെ, അത് പറഞ്ഞുതരാം. അതായത് ട്രഡീഷണൽ മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒരുപാട് ജനറേഷൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊരു സത്യമാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ പാനലിന്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു പാനലിന്റെ മുകളിൽ ഒരു 3D ഇഫക്റ്റില് നമ്മളൊരു മനുഷ്യ ഹൃദയം മിടിക്കുന്ന ഒരു വീഡിയോ കാണിച്ചുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു ബയോളജി ക്ലാസ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ഫിഗർ കാണിച്ചു കൊടുക്കുന്ന ക്ലാസ്സിനെക്കാളും എത്രയോ ബെറ്റർ ആണെന്ന് നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് യഥാർത്ഥത്തിൽ ഈ പാനൽ ചെയ്യുന്നത്. ഒരു ഇന്ററാക്റ്റീവ് പാനൽ എന്ന് പറയുന്നത് അത് ഒരു പ്രൊജക്ടറാണ്, അതുപോലെ തന്നെ അതൊരു വൈറ്റ് ബോർഡാണ്, അതുപോലെ തന്നെ അതൊരു ടാബ്ലറ്റും ആണ്. ഇത്രയും സൗകര്യമാണ് ഒരു പാനൽ നമുക്ക് ക്ലാസ് റൂമിലേക്ക് തരുന്നത്. അതുകൊണ്ട് പാനൽ മാത്രം മതി ഒരു ക്ലാസ് റൂമിന് ഒരു മെസ്റ്ററൈസിങ് ഇഫക്റ്റ് ഉണ്ടാക്കി മാറ്റാനായി. അതാണ് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഇത് ഇപ്പോൾ മാഷത് പറഞ്ഞു, ഞാൻ ഇത് പല സ്ഥലത്തും സംസാരിക്കുമ്പോൾ നമുക്ക് ടീച്ചേഴ്സോ അല്ലെങ്കിൽ ഇതിന് പല പാരൻസും പറയാറുണ്ട്, കുട്ടികളെ ഇത് എങ്ങനെ ബാധിക്കും, അതിനെ ഈ ടെക്നോളജി എന്ന് കുത്തി നിറച്ച് കുട്ടികളെ
പഠിപ്പിക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എത്ര ഉണ്ടാവും, ഇത് കുട്ടികളെ എങ്ങനെ ഒരു കുട്ടികളുടെ മൈൻഡ് വെൽനെസ്സിനെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളൊരു കൺസേൺ ഉണ്ടാവാറുണ്ട്. അത് മാഡത്തിന് അത് എന്താണ് അതിൽ പറയാനുണ്ടോ? ഇതെങ്ങനെ ഇത് ടെക്നോളജി ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെ ഇത്രയും ടെക്നോളജി എന്ന് പറയുമ്പോൾ ഇതെങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ഒരു കൺസേൺ ഉണ്ട് പൊതുവെ. ആൾക്കാർ ടെക്നോളജിയെ ഭയപ്പെടുന്ന ഒരു സംഭവം കൂടെ ഉണ്ട്. എന്താ മാഡത്തിന്റെ അഭിപ്രായം? ഇപ്പൊ നമ്മള് കോവിഡിന് ശേഷം ഏറ്റവും കൂടുതൽ കൗൺസിലിങ്ങിന് വരുമ്പം പാരന്റ്സിനാണെങ്കിലും സ്കൂളുകളിൽ ക്ലാസ്സിന് പോകുമ്പോൾ ടീച്ചേഴ്സിനാണെങ്കിലും ഏറ്റവും വലിയൊരു വിഷമം പറയുന്നത് കുട്ടികൾ ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്ഷൻ വന്നിട്ടുണ്ട്. കാരണം ആ കോവിഡ് സമയത്ത് മൊബൈലിലൂടെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു, ടാബ് വാങ്ങിക്കൊടുക്കുന്നു. അപ്പൊ കുട്ടികൾ കൂടുതലായിട്ട് മൊബൈലും ടാബും ലാപ്ടോപ്പും ഒക്കെ യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് ഈ അഡിക്ഷൻ കൂടുതലാണ്. സോ ഓൾറെഡി ടെക്നോളജിയിൽ ഇത്രയും അധികം നിൽക്കുന്നത് കൊണ്ട് സ്കൂളിലേക്ക് വരുന്ന സമയത്ത് ഈ ടെക്നോളജി വീണ്ടും അവർ അതിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു കൺസേൺ ആണല്ലോ സാർ ഇപ്പൊ പറഞ്ഞത്. അപ്പൊ അവിടെ വരുന്നത് ഇപ്പൊ ഒരു ക്ലാസ്സിൽ ഇരുന്നിട്ട് നമ്മൾ പണ്ടത്തെ കാലത്ത് ഇപ്പൊ ഒരു ബ്ലാക്ക് ബോർഡിൽ ഒരു ചിത്രം വരച്ച് കാണിക്കുന്നതിനേക്കാൾ ഇപ്പൊ നമ്മുടെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒന്ന് അവരുടെ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. പണ്ടത്തെ അത്രയും അറ്റൻഷൻ സ്പാൻ ഇല്ല അവർക്ക്. അപ്പം നമ്മളിപ്പോ ജെൻ സെഡ് ആൽഫ ഒക്കെ കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഈ പിള്ളേരുടെ അറ്റൻഷൻ ആ വളരെ കുറഞ്ഞ സമയത്ത് നമുക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഈ ഒരു ഇന്ററാക്റ്റീവ് ഡിസ്പ്ലേയുടെ ഒരു അതിന്റെ ഒരു പങ്കെന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മളൊരു ചിത്രം ഒരു ടീച്ചർ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പം കേട്ട് മനസ്സിലാവുന്ന കുട്ടികൾക്ക് ഇപ്പൊ എല്ലാവരും ഒരേ രീതിയിലായിരിക്കില്ല കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ചില ആളുകൾക്ക് കേൾവിയിലൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്ന സമയത്ത് മറ്റു ചിലർക്ക് അത് കാണണം, മറ്റു ചിലർക്ക് അത് ടച്ച് ചെയ്തിട്ട് അനുഭവിക്കണം. നമ്മളൊരു ഡിസ്പ്ലേയില് ഇത് കാണിക്കുന്ന സമയത്ത് അവിടെ കളേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ അതിന്റെ മൂവ്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട്, അവിടെ അതിന്റെ കൂടുതൽ എക്സ്പ്ലനേഷൻ ടീച്ചർ അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇതൊരിക്കലും ടെക്നോളജി കൊണ്ടുള്ള ബുദ്ധിമുട്ടല്ല അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ ടെക്നോളജി എത്രമാത്രം യൂസ് ചെയ്തിട്ട് കുട്ടികളിലേക്ക് ആ കാര്യങ്ങൾ എത്തിക്കാമെന്നുള്ളതാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന് വളരെ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണല്ലോ ഇതിൽ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അതൊരിക്കലും സ്കൂളുകളിൽ ഈ ഒരു കാര്യം കൊണ്ട് വരുന്ന ഉപകാരം സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിന് തന്നെ എത്രമാത്രം ഉപകാരമാവും എന്നുള്ളത് നമ്മൾ പല ടീച്ചേഴ്സും സംസാരിക്കുമ്പോൾ പറയാറുണ്ട്. അവരൊരു കാര്യം പറഞ്ഞു മനസ്സിലാക്കാൻ ഇപ്പൊ സാറ് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹാർട്ട് ഇടിക്കുന്നു എന്ന് ഒരു ചിത്രം വരച്ചിട്ട് ഒരു അധ്യാപികയ്ക്ക് കാണിക്കുന്നതിനേക്കാൾ ഒരുപാട് എളുപ്പമാണ് അത് ആ ഒരു വീഡിയോ കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇത്. ഈ പൊതുവെ ടെക്നോളജിനെ ഒരു പേടി ഞാൻ പറഞ്ഞതിൻ്റെ പ്രത്യേകിച്ചും കോവിഡിന് ശേഷം ആൾക്കാരിൽ ഒരു പേടി അത് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ടെക്നോളജി ഒരിക്കലും ടീച്ചറെ റീപ്ലേസ് ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ടീച്ചിങ്ങിനെ എൻഹാൻസ് ചെയ്യാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. പിന്നെ അത് മാത്രമല്ല, ഈ ടെക്നോളജി ഒരിക്കലും നമ്മൾ ഈ വിചാരിച്ചതുപോലെ കുട്ടികളെ ഒരു കൺട്രോൾ ഇല്ലാതെ അനിയന്ത്രമായിട്ട് നമ്മൾ വിടുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ എന്ന് വെച്ചാൽ ഇത്തരം അഡിക്ഷനൊക്കെ ഉണ്ടാവുന്നത്. മറ്റു സ്ഥലങ്ങളിലൊക്കെ പലയിടത്തിലും നമ്മൾ കാണുന്നത് പാരന്റൽ കൺട്രോൾ പ്രോഗ്രാംസ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അത്തരം പ്രോഗ്രാംസ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ PTA മറ്റൊക്കെ പാരന്റ്സിന് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സ് അത്തരം പ്രോഗ്രാംസ് പിന്നെ ഇവരുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയൊക്കെ നമുക്കതിനൊരു പരിധിവരെ നമ്മുടെ വിദ്യാഭ്യാസ പിന്നെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആയിട്ട് നമ്മുടെ മൊബൈലിനെ മാറ്റാൻ പറ്റും. ആ രീതിയിലാണ് നമ്മുടെ ചിന്ത പോകേണ്ടത്. കാരണം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നിന്ന് തിരിച്ച് നമ്മൾ മൊബൈലൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകാൻ നമുക്ക് പറ്റില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഈ ഉപകരണങ്ങളെ നമ്മുടെ കുട്ടികളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഹാർനസ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പിന്നെ വലിയവർക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് കാര്യമായ പങ്ക് വഹിക്കാൻ എഡ്യൂക്കേഷൻ സെക്ടറിൽ ഇത് ടെക്നോളജി ഇപ്പോൾ ഈ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത് പോലെ കോർപ്പറേറ്റ് സെക്ടറിലും ഇത് എങ്ങനെ യൂസ് ആവും എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾ പല കോർപ്പറേറ്റ് ഓഫീസുകളിലും ക്ലാസ് എടുക്കുന്നതാണ്, അവിടെ മീറ്റിംഗ് നടത്തുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെ ഈ ടെക്നോളജി അവിടെ എങ്ങനെ ഇത് എഫക്റ്റ് ആവുന്നുണ്ട്, ഇത് എത്രത്തോളം യൂസ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം അണ്ടർ യൂസഡ് ആണ് ഈ ടെക്നോളജി, ഇതുപോലത്തെ ഡിവൈസുകളും ഇന്നത്തെ ടെക്നോളജി? കോർപ്പറേറ്റ് സെക്ടറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ നല്ല ഓണ്ടർപ്രണേഴ്സ് എപ്പോഴും ടെക്നോളജിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യും. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അല്ലെങ്കിൽ അവർ എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതൊന്നും എന്തല്ല അവിടെ റെലവെൻ്റ് അല്ല. കാരണം അവരുടെ പ്രൊഡക്ടിവിറ്റിയെ അവരുടെ റിസോഴ്സസിനെ സേവ് ചെയ്യാൻ പറ്റുമെങ്കിൽ, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ, പ്രോഫിറ്റബിലിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ടെക്നോളജിയിൽ ഏത് ടൂളായാലും എന്ത് കോൺസെപ്റ്റിലും വരുന്നുണ്ടെങ്കിലും അതിനെ അഡോപ്റ്റ് ചെയ്യാനോ അബ്സോർബ് ചെയ്യാനോ എപ്പോഴും കോർപ്പറേറ്റ് ലോകം റെഡി ആയിട്ടിരിക്കുകയാണ്.
അത്തരം മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത അതല്ലെങ്കിൽ ടെക്നോളജിയോട് പുറംതിരിഞ്ഞ് നിൽക്കുന്ന ഇൻവെസ്റ്റേഴ്സും എന്റർപ്രണേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവരിപ്പോഴും പഴയ രീതിയിൽ അങ്ങനെ നിൽക്കുന്നുണ്ടാവും എന്നേ ഉള്ളൂ. അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? ഇപ്പൊ ലേറ്റസ്റ്റ് AI ടെക്നോളജീസ് ഒക്കെ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കോർപ്പറേറ്റ് ലോകത്ത്. കാരണം AI ഒരുപാട് റിസോഴ്സസ് സേവ് ചെയ്യാൻ എന്ത് ചെയ്യുന്നുണ്ട്, പറ്റുന്നുണ്ട്. നേരത്തെ സാറ് സൂചിപ്പിച്ചത് ടീച്ചേഴ്സിന്റെ സമയം ഒരുപാട് ലാഭിക്കാൻ പറ്റുന്നതാണ് ഇന്ററാക്റ്റീവ് പാനലുകൾ പോലുള്ളത്. പിന്നെ സമയം ലാഭിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, വർദ്ധിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതേ കേസ് ഇവിടെയും അപ്ലിക്കബിൾ ആണ്. ഒരു മീറ്റിംഗ് ഇപ്പോൾ മുന്നേയൊക്കെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കേണ്ട ആളുകൾ പല സ്ഥലങ്ങളിലായിരിക്കുമ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇന്നത് വളരെ സ്മൂത്താണ്, ഈസിയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് ഇപ്പം പല ആളുകളും ഇന്ററാക്റ്റീവ് പാനലിനെ പോലുള്ള അതല്ലെങ്കിൽ പ്രൊജക്ടേഴ്സിനെ ടാബിനെയൊക്കെ പോലുള്ള ആളുകൾ മീറ്റിങ്ങിന്റെ ഒരു പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഇത്തരം ടൂളുകളിലേക്ക് പിന്നെ പുതിയ AI ടൂൾസും കോൺസെപ്റ്റുകളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ, CRMൽ, അതേപോലെ പ്രൊഡക്ഷൻ പ്രോസസ്സുകളിലൊക്കെ അതിനെ ഉപയോഗപ്പെടുത്താനും, പ്രൊഡക്ഷൻ പ്രോസസ്സിലൊക്കെ AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മില്യൺസിൻ്റെയും ബില്യൺസിൻ്റെയും കോസ്റ്റ് സേവിങ് നടത്തുന്ന കമ്പനികളുണ്ട്. നമ്മളെ ഈ നാട് പിന്നെ ഇവിടെ മലബാറിലും ബാംഗ്ലൂർ പിന്നെ അതേപോലെ ചെന്നൈ പോലുള്ള ഇൻഡസ്ട്രിയൽ സിറ്റീസിലൊക്കെ വളരെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ അത്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ടെക്നോളജിക്കൽ ടൂൾസ് എപ്പോഴും വളരെ പോസിറ്റീവായിട്ടാണ് ഓണ്ടർപ്രണേഴ്സ് എപ്പോഴും അതിനെ സമീപിച്ചിട്ടുള്ളത്. അത് ഇത് പറയുന്നതോട് കൂടി ഇപ്പോൾ ഒരു കോൺട്രവേഴ്സൽ ആവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഇതേ ഒരു കൺസേൺ ഇപ്പം നമ്മുടെ കോളേജും സ്കൂളുകളും അവരും ഇതും ഒരു ഇന്നത്തെ കാലത്ത് ബിസിനസ് ആണോ എന്ന് വെച്ചാൽ ഒരു എഡ്യൂക്കേഷൻ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അതും ഒരു മാഷതിനോട് എത്രത്തോളം മാഷൊരു എഡ്യൂക്കേഷൻ സ്ഥാപനം എത്രത്തോളം യോജിക്കുന്ന എനിക്കറിയില്ല. കാരണം ഇത് രണ്ട് ഒരു ഇതിൽ എടുക്കുന്നതാണ്. വിദ്യാഭ്യാസവും ഒരു മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ബിസിനസ് തന്നെയാണ്. അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നേരത്തെ അത് ഒരു വാക്ക് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അതിലേക്കൊക്കെ വന്നത്. ഇതിലേക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ, ഇത്രയും പ്രോഡക്റ്റുകളിലേക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ പലരും അതിൽ നിന്ന് മടിക്കുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ. അത് പല കോർപ്പറേറ്റ് ഓഫീസുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല വലിയ വലിയ കോളേജുകളിലും സ്കൂളുകളിലും ടെക്നോളജിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, ഇല്ലെന്നല്ല, പക്ഷെ ചെയ്യാൻ മടിക്കുന്നുണ്ട് പലരും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അത് എത്രത്തോളം ദോഷം ചെയ്യും? എഡ്യൂക്കേഷണൽ സെക്ടറിലേക്ക് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരിക്കലും പ്രോഫിറ്റ് ഓർ ലോസ് എന്നുള്ള ആ ഒരു പെർസ്പെക്റ്റീവിലല്ല അതിനെ എന്ത് ചെയ്യേണ്ടത്, എടുക്കേണ്ടത്. നമ്മളെ മക്കളുടെ വളർച്ച കൂടിയാണല്ലോ എഡ്യൂക്കേഷനിലൂടെ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. അവിടെ ഇപ്പോൾ നമുക്ക് എങ്ങനെ ചൈനയിൽ പിന്നെ അല്ലെങ്കിൽ യൂറോപ്പിലോ US പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുമായിട്ട് നമ്മളുടെ മക്കളെ കോമ്പീറ്റ് ചെയ്യാൻ, അതല്ലെങ്കിൽ ആ ഒരു സ്റ്റാറ്റസിലേക്ക്, ആ ഒരു സ്റ്റേജിലേക്ക് നമ്മളെ മക്കളെ എങ്ങനെയാണ് ഈ ഒരു ചിന്തയിൽ നിന്നാൽ ഇത് പ്രോഫിറ്റബിൾ ആവുമോ ലോസ് ആവുമോ, അതല്ലെങ്കിൽ നമ്മളെ കുട്ടികൾ പിന്നെ സ്ക്രീൻ അഡിക്ഷനിലേക്ക് പോകുമോ എന്നൊക്കെ തെറ്റിദ്ധരിച്ച് നിൽക്കുമ്പോൾ ലോകം വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മറ്റുള്ള രാജ്യങ്ങളിലെ കുട്ടികളോട് അവരുടെ ഒരു എംപ്ലോയബിലിറ്റി സ്റ്റേജിലേക്ക് വരുമ്പോൾ എങ്ങനെ കോമ്പീറ്റ് ചെയ്യും? നമ്മളെ പഴയ ട്രഡീഷണൽ സിസ്റ്റത്തിലും സ്റ്റൈലിലും പഠിച്ചു വന്നാൽ ഈ ഒരു പെർസ്പെക്റ്റീവിലൂടെ നോക്കിക്കണ്ടാൽ ഗവൺമെന്റ് സ്കൂളുകളും കോളേജുകളും പോലും ആദ്യം എന്ത് ചെയ്യാൻ ശ്രമിക്കും? ഇപ്പോൾ എവിടെയാണോ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി അവൈലബിൾ ആയിട്ടുള്ളത് അത് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കാൻ ചെയ്യാം. അതിൻ്റെ ഒരു ലോങ് ടേം പിന്നെ കാഴ്ചപ്പാടാണ്, ഒരു വിഷനാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. പിന്നെ തീർച്ചയായിട്ടും ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകണം എന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഇൻവോൾവ് ആണല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും മാനേജ്മെന്റ് പിന്നെ ഇൻവെസ്റ്റ്മെന്റിന്റെ കേസിലൊക്കെ എന്ത് ചെയ്യും, ശ്രദ്ധിക്കും. അവര് ഇത്തരം കൺസേൺ ഒക്കെ എന്ത് ചെയ്യും, ഉണ്ടാകും. ഇത്തരം കൺസേണുകളൊക്കെ ഉണ്ടാകുമ്പോഴും ഒരു പ്രൈം ഒബ്ജക്റ്റീവായിട്ട് കാണേണ്ടത് നമ്മളെ കുട്ടികളുടെ സ്റ്റാൻഡേർഡ് തന്നെയാണ് നമ്മളവിടെ കാണേണ്ടത്. അപ്പോൾ അത് രക്ഷിതാക്കളും അനുസരിച്ച് ഗവൺമെന്റും രക്ഷിതാക്കളും ഒരേപോലെ അത്തരം ചില പാരാമീറ്റേഴ്സ് സെറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ മക്കളെ അങ്ങനത്തെ സ്ഥാപനങ്ങളിലേക്ക് പഠിപ്പിക്കുമ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഗവൺമെന്റ് സ്ഥാപനങ്ങളാണെങ്കിലും ഒക്കെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് ടെക്നോളജിയാണോ നമ്മളെ മക്കൾക്ക് കൂടുതൽ വിദ്യാഭ്യാസവും കൂടുതൽ ഉയർച്ചയും നൽകാൻ സഹായിക്കുന്നത് അതിനെ അഡോപ്റ്റ് ചെയ്യാൻ എന്താവും, റെഡിയാവും, മത്സരിക്കും. ഏറ്റവും ആദ്യം ഇത്തരം ടെക്നോളജീസ് വരേണ്ടത് എൻ്റെ നാട്ടിലെ എൻ്റെ സ്കൂളിലാണ് എന്നവർ ആഗ്രഹിക്കും. ഓക്കെ, സ്റ്റാൻഡേർഡൈസേഷൻ എന്ന് പറഞ്ഞു. സ്റ്റാൻഡേർഡൈസേഷൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ NAAC അക്രഡിറ്റേഷൻ കോളേജുകളിലും
പിന്നെ സ്കൂളുകളിലും ഒരു സർട്ടിഫിക്കേഷൻ ഇത് വരുന്നുണ്ട്, ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ഇതിപ്പോൾ എത്രത്തോളം എഫക്റ്റീവാണ് എന്നുള്ളത്, അത് നാക് അക്രഡിറ്റേഷൻ എന്താണെന്നും കൂടി ഒന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർക്കും. ഇനി കുറേ കോളേജ് നാക് അക്രഡിറ്റേഷന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കുറേ കോളേജ് ഓൾറെഡി ആയിട്ടുണ്ട്. പലർക്കും അതിനെപ്പറ്റി കുറേ പിന്നെ അക്രഡിറ്റേഷന്റെ ഒരു ബേസിസ് എന്ന് പറയുന്നത് ഇന്റേണൽ ക്വാളിറ്റി ആണ്. എത്രമാത്രം ക്വാളിറ്റി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ് അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നാക് ഇത്രയും കാലം നമുക്കൊരു 7 സ്റ്റാൻഡേർഡ്സ് ആയിരുന്നു അവർക്ക് ഉണ്ടായിട്ട്. ഈ വർഷം മുതൽ അവർ ഈ 7 സ്റ്റാൻഡേർഡ്സ് നിർത്തിയിട്ട് ഒരു ബൈനറി അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞൊരു പുതിയ പ്രോസസ്സിലേക്ക് പോവാണ്. ഇപ്പൊ ബൈനറി അക്രഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്നത് ഐദർ അക്രഡിറ്റഡ് ഓർ നോട്ട് അക്രഡിറ്റഡ് ആണ്. നേരത്തെ ബി ഗ്രേഡ് അല്ലെങ്കിൽ B+ അല്ലെങ്കിൽ B++ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കാറ്റഗറി ഉണ്ടായി, അത് മുഴുവൻ ഒഴിവായികൾ. ഇപ്പൊ ആകെ ഐദർ അക്രഡിറ്റഡ് ഓർ നോട്ട് അക്രഡിറ്റഡ്, ഇതാണ് ബൈനറി. ഈ ബൈനറിയിൽ 10 ക്രൈറ്റീരിയ ആണ് വരുന്നത്. ആ 10 ക്രൈറ്റീരിയകളിൽ ഒരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയയാണ് ടെക്നോളജി എന്ന് പറയുന്നത്. അതായത് നമുക്ക് നമ്മുടെ ക്ലാസ് റൂംസ് ഒക്കെ കൂടുതൽ ഇന്ററാക്റ്റീവ് ആവണം. അതുപോലെ തന്നെ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ, ടീച്ചർ എന്ന് പറഞ്ഞാൽ പണ്ടുള്ളതുപോലെ ഒരുപാട് വിവരം ഉണ്ടായിരിക്കുക, ആ വിവരം ഇങ്ങനെ പകർന്നു നൽകുക, ഈ കോൺസെപ്റ്റ് ഒക്കെ പോയി. നമ്മൾ ടീച്ചറെ ഇപ്പം നമ്മൾ വിളിക്കുന്നത് ഒരു ഫെസിലിറ്റേറ്റർ എന്നാണ്, ആ ടേമിയൻ അങ്ങനെയാണ്. ഇപ്പൊ ടീച്ചർ എന്ന് വെച്ചാൽ ഒരു പഠിക്കാനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ടീച്ചറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനുള്ള സൗകര്യം ഒരുക്കി കഴിഞ്ഞാൽ കുട്ടികൾ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോളജ് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമ്മളിപ്പോ പറയുന്നത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിപ്പോ ഫോളോ ചെയ്യുന്നത്. ഈ കൺസ്ട്രക്റ്റിവിസത്തിന്റെ അടിസ്ഥാനം എന്ന് വെച്ചാൽ നോളജ് ഈസ് കൺസ്ട്രക്റ്റഡ് ഇൻ ദ ക്ലാസ് റൂം എന്നാണ്. അത് കുട്ടികളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്, കുട്ടികളാണ് അതിന്റെ ഓണർ. ഈ ഒരു രീതിയിലുള്ള വിദ്യാഭ്യാസമാണ് നമുക്ക് കൊടുക്കേണ്ടത്. അതിൽ ഈ ടെക്നോളജിന്റെ പങ്ക് വളരെ വലുതാണ്. നമുക്കൊരു ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു ക്ലാസ് നടത്തണമെങ്കിൽ നമ്മൾ ഇത്തരം ടെക്നോളജി ഉപയോഗിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ പറ്റില്ല. മാത്രമല്ല, ഞാൻ പലപ്പോഴും ഇപ്പൊ AI ഒക്കെ ഉപയോഗം ക്ലാസ്സിലേക്ക് വരുമ്പോൾ എനിക്കതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ടീച്ചർ എന്നുള്ള നിലക്ക് ഞാനൊരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് എൻ്റെ ഇതുവരെയുള്ള അനുഭവങ്ങളും മറ്റൊക്കെ വെച്ചിട്ടായിരിക്കും. പക്ഷെ ഒരു AI സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഞാനൊരു കോണ്ടെക്സ്റ്റ് ബിൽഡ് ചെയ്യുന്നതെങ്കിൽ അതിനൊരു പർട്ടിക്കുലർ ഏജ് ലെവലും കൂടെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ ആ ഏജ് ലെവലിൽ ഒരു കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്താണെന്നുള്ളത്, ആ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട തിയറി AIക്ക് അറിയാം, AIക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ആ ലെവൽ നമ്മൾ കൊടുക്കുമ്പോൾ ആ ലെവലിൽ ഒരു കുട്ടിക്ക് ഏത് രീതിയിലുള്ള ഒരു കോണ്ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെന്ന് AIക്ക് അറിയാം. അതുകൊണ്ട് അത്തരം കോണ്ടെക്സ്റ്റുകൾ എൻ്റെ ക്ലാസ്സിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ കുട്ടികളുടെ പഠനം, അതായത് കുട്ടികളെ കൺസ്ട്രക്റ്റിംഗ് നോളജ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് ഒരു വേറെ ലെവലിലേക്ക് പോവുകയാണ്. ഇതാണ് ക്ലാസ്സിൽ നടക്കുന്നത്. അതുകൊണ്ട് ടെക്നോളജി ഇന്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒരു കോവിഡ് കാലത്തിന് അതിജീവിക്കാനുള്ള ഒരു സാധനമായിട്ടൊന്നല്ല കരുതേണ്ടത്. നമ്മൾ കരുതേണ്ടത് വെച്ചാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എഡ്യൂക്കേഷൻ. അതുവഴി മാത്രമേ നമുക്ക് ഇനി പഠിപ്പിക്കാൻ പറ്റുന്നുള്ളതാണ്. നേരത്തെ നമുക്കിത് ഇല്ലാത്തത് കൊണ്ട് അത് പറ്റിയില്ല, പക്ഷെ ഇനി നമുക്ക് അത് ഉപയോഗിച്ച് പഠിപ്പിക്കാൻ പറ്റും. അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതില് ഒരു കാര്യം കൂടി പറയാം, നേരത്തെ ചോദിച്ചൊരു കാര്യം എന്താന്ന് പറഞ്ഞാല് ഇതിന് എത്രമാത്രം ഇത് ഫ്രണ്ട്ലി ആണ് അല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് എന്നുള്ളൊരു ചോദ്യം ഇതിൽ വരുന്നുണ്ട്. അതില് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് ഒരു അവയർനെസ് ആൻഡ് ഗ്രാജുവൽ അഡോപ്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട്. ഇത് നമ്മൾ സാധാരണ ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു സാധനമാണ്. അതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് ഇതിനെക്കുറിച്ച് ഇതിന്റെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് അവെയർ ആക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തത് ഗ്രാജുവൽ അഡോപ്ഷൻ എന്ന് പറയുന്നത് ഒന്നിച്ചു ഒരു കൂട്ടൻ ടെക്നോളജിക്കൽ ഗാഡ്ജറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതല്ല. എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഞങ്ങൾ ഒരു പാനൽ മാത്രമാണ് വാങ്ങിച്ചത്, ഒരു പാനൽ മാത്രം. അത് ഞങ്ങൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അന്ന് അത് ഉപയോഗിക്കാൻ അറിയാവുന്ന 1-2 ടീച്ചേഴ്സ് മാത്രമായി ഉപയോഗിച്ചത്. ബാക്കിയുള്ളവരെല്ലാം അതിനെക്കുറിച്ച് ക്യൂരിയസ് ആയിരുന്നു. അപ്പൊ അവർക്ക് ഞങ്ങൾ ചെറിയ തോതിൽ ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. എങ്ങനെ അതിലുള്ള വൈറ്റ് ബോർഡ് ഉപയോഗിക്കാം, പിന്നീട് എങ്ങനെ അതിലേക്ക് ഒരു സ്ക്രീൻ നമുക്ക് മിറർ ചെയ്യാം, ഇങ്ങനെയുള്ള ഓരോ ഘട്ടങ്ങളായിട്ട് നമുക്ക് ട്രെയിനിങ് കൊടുത്തു തുടങ്ങിയപ്പോൾ ഇപ്പം ആ സ്ക്രീൻ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഹോള് കിട്ടണം എന്ന് പറഞ്ഞിട്ട് അവിടെ പരസ്പരം എന്താ വെച്ചാൽ അടിപിടി കൂടുകയാണ്. അതായത് ഇത് എനിക്ക് തരണം ഫസ്റ്റ് അവർ, എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട്. ഇതാണ് നടക്കുന്നത്. ഇതാണ് ഗ്രാജുവൽ അഡോപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ രണ്ടാമത്തെ ഒരു പാനലിന് വേണ്ടി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രീതിയിലാണ് നമ്മൾ ഇവരുടെ ഭയവും അതുപോലെ ഇവർക്ക് ഇതിലേക്ക് മാറാനുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു അപ്രോച്ച് എല്ലാ സ്ഥാപനങ്ങളും സ്വീകരിക്കണം എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ മാഡം പറഞ്ഞു ഇങ്ങനെ കുട്ടികളുടെ ഒരു കൺസേണിനെ പറ്റിയാണ് നമ്മൾ ചോദിച്ചത്, കുട്ടികൾ ഇത് എങ്ങനെ എഫക്ട് ചെയ്യും എന്നുള്ളത്. ഇത് തന്നെ ടീച്ചേഴ്സിനെ എത്രത്തോളം എഫക്ട് ചെയ്യുന്നുണ്ടാവും? ഈ ടെക്നോളജിയെ പഠിപ്പിക്കുന്നതിനും അതിൻ്റെ ഒരു സ്ട്രെസ്സും പുതിയൊരു ഇതാണ്, ഇതുവരെ പഠിപ്പിച്ചു വന്ന രീതിയല്ല. നമ്മളിപ്പോൾ ഈ ഒരു പുതിയൊരു പ്രോഡക്റ്റ് അവിടെ കൊണ്ട് അവരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കുന്നു. ഇതിനു മുമ്പ്
ഇപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ചു. ആ ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുന്ന ടീച്ചറെ നമ്മൾ പ്രൊജക്ടർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചു. പ്രൊജക്ടർ ഉപയോഗിച്ച് വരുമ്പോഴേക്കും നമുക്കൊരു വൈറ്റ് ബോർഡ് ഉപയോഗിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. ഇപ്പോൾ പാനൽ. ഇങ്ങനെ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന പല സ്കൂളുകളും കോളേജുകളും ഇതിങ്ങനെ നിർബന്ധിച്ച് ഇത് കൊണ്ടുവയ്ക്കുന്നുണ്ട്. അപ്പോൾ അവർ എത്രത്തോളം സ്ട്രെസ്സ് എടുക്കുന്നുണ്ടാവാം, അവരുടെ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും, ഈ സ്ട്രെസ്സ്, അവരുടെ ഈ സ്ട്രെസ്സ്, ഇതിനെ ടെക്നോളജി ഒന്ന് പേടിക്കുന്നുണ്ട്. ടീച്ചേഴ്സിന് നേരത്തെ പറഞ്ഞ പോലെ ടീച്ചേഴ്സിന് ജോലി പോവോ എന്നുള്ള പേടി, ഇത് വന്നാൽ എൻ്റെ ജോലി പോവോ, അതല്ലെങ്കിൽ ഇത് പഠിച്ചത് പെർഫോം ചെയ്യേണ്ടേ. ഇന്നത്തെ കുട്ടികളും നല്ല ടെക്നോളജി കൂടുതൽ അറിയുന്ന കുട്ടികളാണ്, അവർ മുമ്പിൽ പെർഫോം ചെയ്യണം. ഇത് അവർക്ക് എത്രത്തോളം സ്ട്രെസ് വരുന്നുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും കേസ് മാഡത്തിന് മുമ്പിൽ വന്നിട്ടുണ്ടോ? ഇപ്പം ടീച്ചേഴ്സിന്റെ കേസായിട്ടൊന്നും വന്നിട്ടില്ല. മാഷിന് അങ്ങനെ ടീച്ചേഴ്സ് പറയാറുണ്ടോ? ടീച്ചേഴ്സിന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ചാല് അവര് ഒരു കംഫർട്ടബിൾ സോണിനകത്ത് മാറാൻ ഭയങ്കര അത് ഞാൻ വിചാരിച്ച പറഞ്ഞ ആ സാധനം മനുഷ്യന്റെ സൈക്കോളജി വെച്ചിട്ട് പറയാം. എൻ്റെ അടുത്ത് തന്നെ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഇനിയും കൊണ്ടുവന്ന് ഇത് ഞങ്ങൾ പഠിപ്പിക്കണ്ടേ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വരാൻ പോകുന്ന കുട്ടികൾ അവര് പിന്നെ ഇപ്പൊ നമ്മൾ അവർ പ്രിപ്പയർ ചെയ്യുന്നത്, അതായത് ഓരോ സ്ഥാപനത്തിന്റെ ദൗത്യം എന്താ വെച്ചാല് പ്രിപ്പയർ ദ ജനറേഷൻ ഫോർ ദ നെക്സ്റ്റ് ജനറേഷൻ, നെക്സ്റ്റ് ടൈമിലേക്ക്. അപ്പൊ ആ പ്രിപ്പറേഷൻ്റെ അകത്ത് ടീച്ചറുടെ കംഫർട്ട് സോൺ എന്തല്ല ഇമ്പോർട്ടന്റ് അല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അത് നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത കാര്യം. കംഫർട്ട് സോണിൽ നിന്ന് മാറാൻ നമുക്ക് എപ്പോഴും പ്രയാസം ഉണ്ടാവും. പക്ഷെ നമ്മുടെ കംഫർട്ട് സോണിൽ ഇരിക്കലല്ല ഒരു ടീച്ചറുടെ ജോലി എന്നുള്ള ആദ്യം മനസ്സിലാക്കണം. ടീച്ചറെ പ്രധാനപ്പെട്ട ജോലി എന്ന് വെച്ചാൽ പ്രിപ്പയർ ദ ചിൽഡ്രൻ ഫോർ ദ നെക്സ്റ്റ് ജൻ എന്നുള്ളതാണ്. അപ്പൊ അത് നടക്കണമെങ്കിൽ ടീച്ചറെ കംഫർട്ട് സോണിൽ നിന്ന് ഇപ്പൊ 20 കൊല്ലം മുമ്പ് കിട്ടിയ ഒരു ട്രെയിനിങ് കൊണ്ട് ഞാൻ ക്ലാസ് പോകുമ്പോൾ ഞാൻ അത് പഠിപ്പിച്ചുകൊണ്ട് 20 കൊല്ലം പിറകിലേക്കാണ് ഞാൻ എൻ്റെ കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നത്. 20 കൊല്ലം മുമ്പിലേക്കല്ല. 20 ദിവസം മുമ്പിലേക്ക് വേണമെങ്കിൽ ഞാൻ ഈ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പുതിയ കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. അതുകൊണ്ട് ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ഥാനത്ത് സ്ഥിരമായിട്ടിരിക്കേണ്ട ആളല്ല. അയാൾ ചേഞ്ചിനോടൊപ്പം മാറേണ്ട ഒരാളാണ്. കാരണം അയാൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ജനറേഷനാണ്, ഒരു പുതിയ ജനറേഷനാണ്. അപ്പൊ അതുകൊണ്ട് മാറിക്കൊണ്ടേയിരിക്കേണ്ട ഒരു കംഫർട്ട് സോണിൽ ഇരുന്ന് കാലം കഴിക്കേണ്ട ആളല്ല ടീച്ചർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്. അത് നമ്മൾ മാറ്റണം. നമ്മുടെ കോൺസെപ്റ്റ് ടീച്ചർ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ടീച്ചർ ഇസ് ഓൾവേസ് ചേഞ്ചിങ്, ഫ്ലെക്സിബിൾ ആയിരിക്കണം ഒരു ടീച്ചർ. ഇവർക്ക് ടീച്ചർ ആവാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും വരുന്ന ഒരു പ്രശ്നം എനിക്ക് തോന്നിയിട്ടില്ലെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് മാറാൻ തയ്യാറാവും. എങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഗ്രാജുവൽ അഡോപ്ഷൻ എന്ന് പറഞ്ഞ സാധനം തയ്യാറാണെങ്കിൽ ടീച്ചേഴ്സ് മാറാൻ തയ്യാറാവും. നമ്മൾ ഒന്നിച്ചിട്ട് ഒരു ടാസ്ക് കൊടുക്കുമ്പോഴാണ് നമുക്കത് അത്രയും പ്രയാസമാണ്. കാരണം ഇവർക്ക് ഇത് ശീലമില്ല. ഗ്രാജുവൽ ആയിട്ട് നമുക്കൊരു ചേഞ്ച് ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു സ്കൂൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അത് ചിലപ്പോൾ ഒരു വർഷം അത് മാനേജ്മെന്റ് ശ്രദ്ധിക്കേണ്ട കേസാണ്. കേസ്. അപ്പൊ അത് ഒരു വർഷം എടുക്കുമായിരിക്കും നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ 2 വർഷം എടുക്കുമായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ട്രാറ്റജിക് പ്ലാൻ, ഒരു സയന്റിഫിക് അപ്രോച്ച് ഫോളോ ചെയ്യണം ഫോളോ ചെയ്യാം. മാനേജ്മെന്റ്. മാത്രമേ അത് നടക്കൂ, അല്ലെങ്കിൽ അത് നടക്കില്ല. ഇപ്പൊ സാറ് ചോദിച്ചതിനകത്ത് ഏറ്റവും ബേസിക് ആയി വരുന്ന ഒരു കാര്യം, മനുഷ്യന് അവന്റെ കംഫർട്ടബിൾ സോണിൽ നിന്ന് മാറാൻ എപ്പോഴും ബുദ്ധിമുട്ടാണ്. നമ്മളത് ഏത് കേസ് എടുക്കുകയാണെങ്കിലും, ഇപ്പൊ ഒരു ആദ്യമായിട്ട് ഒരു പാരന്റ് ആവുന്ന സമയത്താണെങ്കിലും ഒരു അധ്യാപികയ്ക്ക് ഈ പറഞ്ഞ പോലെ പുതിയ ഇപ്പം എത്രയോ തവണ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്ത് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് ടെക്നോളജി മാത്രമല്ല, അല്ലാതെ തന്നെ സിലബസ് മാറുന്ന സമയത്തൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ആ ഒരു ബേസിക്കലി ആ ഒരു കംഫർട്ടബിൾ സോണിൽ നിന്ന് മാറാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മാത്രമേ ഈ ഒരു പറയുന്നത് വരുന്നുള്ളൂ. പിന്നെ സ്ട്രെസ് എന്ന് പറഞ്ഞ ഒരു അധ്യാപിക എന്ന് പറയുമ്പോൾ അവിടെ അവരൊരു ഫാമിലിയിൽ ഒരു അമ്മയായിരിക്കും, ഒരു അച്ഛനായിരിക്കും. അപ്പൊ ഇതിന്റെ എല്ലാ സ്ട്രെസ്സിന്റെ കൂടെ ഇത്ര പെട്ടെന്ന് അവർക്ക്, ഇപ്പം മാഷ് നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പൊ അവർ പറഞ്ഞു, മാഷ് നേരത്തെ പറഞ്ഞു അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർ ആദ്യം ഒന്ന് കൊണ്ടുവച്ചു, ഗ്രാജുവലി ആണ് അത് കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പൊ ടീച്ചേഴ്സിന് പെട്ടെന്ന് ഒരു ദിവസം ഇത് കൊടുക്കുകയും ഇത് നിങ്ങൾ ഇന്ന് തൊട്ടിട്ട് ഇത് അഡാപ്റ്റ് ചെയ്യണം എന്ന് പറയുമ്പം അത് ഒരു ടീച്ചർക്ക് എന്നല്ല ഏതൊരു വ്യക്തിക്കും പെട്ടെന്ന് ഒരു ദിവസം ഒരു കാര്യം ചെയ്യുമ്പോൾ അത് സ്ട്രെസ്ഫുൾ തന്നെയാണ്. പക്ഷെ ഗ്രാജുവലി നമ്മൾ ആ കാര്യം പഠിപ്പിക്കുകയും, ഇപ്പം സാറ് പറഞ്ഞ പോലെ അതൊരു മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അവരെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക, ടീച്ചേഴ്സിനെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു കാര്യം. കാരണം ഈ പറഞ്ഞ ഒരു അധ്യാപിക എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ചേഞ്ച് ചെയ്യില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റുന്ന ഒരാളല്ല. പിന്നെ നമ്മുടെ പിള്ളേരെന്ന് പറയുന്ന ഈ പറഞ്ഞ ജെൻ സെഡിനെയും ആൽഫ കിഡ്സിനെയും ഒന്നും നമുക്ക് നമ്മുടെ പഴയ ട്രഡീഷൻ ആ വേ വെച്ചിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. ഇനി പഠിപ്പിച്ചാൽ പോലും അവരെ നമ്മൾ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുന്നത് എല്ലാ കാര്യത്തിലും. ഇപ്പം കൗൺസിലിങ്ങിന് വരുന്ന പാരന്റ്സ് മിക്കപ്പോഴും നമ്മൾ ചോദിക്കുന്ന സമയത്ത് കുട്ടികളെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യിക്കില്ല എന്ന് പറയാറുണ്ട്. അപ്പൊ അവിടെ പോലും കുട്ടിയെ ജീവിക്കാൻ പ്രിപ്പയർ ചെയ്യിപ്പിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വരുന്നുണ്ട്. അപ്പം നമ്മൾ ആസ് എ പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും കുട്ടികളെ ഭാവിയിലേക്ക് പ്രിപ്പയർ ചെയ്യേണ്ട ആളുകളാണ് നമ്മൾ. ഇപ്പോൾ ഒരു ടീച്ചർക്ക് ഒരിക്കലും എൻ്റെ കംഫർട്ടബിൾ സോണിൽ നിന്നുകൊണ്ട് ഞാൻ പഠിപ്പിക്കുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം അതിൻ്റെ പുറത്തോട്ട് വന്ന് കുട്ടിയെ
ഈ വരുന്ന കാലഘട്ടത്തിലേക്ക്, വരുന്ന ഒരു ജനറേഷനിലേക്ക് കുട്ടിയെ പ്രിപ്പയർ ചെയ്യിപ്പിക്കണമെങ്കിൽ ഈ ഒരു രീതി അഡോപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ ടീച്ചർ എപ്പോഴും നമ്മൾ ഏതൊരു പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും നമ്മൾ ഇപ്പം പഠിച്ചിറങ്ങിയത് ഇപ്പോൾ ഒരു 10-20 വർഷം മുന്നേ ആയിരിക്കും. ഇപ്പൊ ഞാനൊരു 15 വർഷം മുന്നേ പഠിച്ച സൈക്കോളജി അല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അപ്പൊ അവിടെ ഞാൻ പഠിക്കുന്ന കാലത്ത് സ്ക്രീൻ അഡിക്ഷൻ ഒന്നും ഇല്ല. പക്ഷെ ഇപ്പം നമ്മൾ പഠിക്കാത്തൊരു കാര്യമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത് കണ്ടിന്യൂസ്ലി ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഏതൊരു പ്രൊഫഷൻ പോലെ ഏറ്റവും കൂടുതൽ ലേൺ ചെയ്തുകൊണ്ടിരിക്കേണ്ട ഒരു പ്രൊഫഷനാണ് ഒരു അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത്. സോ ഒരു ടീച്ചറെ സംബന്ധിച്ച് അവർ ആ കംഫർട്ടബിൾ സോണിൽ നിന്ന് പുറത്തു വരികയും ഈ പറയുന്ന ഒരു മാറ്റം അവരിലൂടെ കാണിച്ചു കൊടുക്കുകയും അതിനനുസരിച്ച് കുട്ടികളെ പ്രിപ്പയർ ചെയ്യിപ്പിക്കുകയും ചെയ്യേണ്ട ആൾക്കാരാണ്. അപ്പം സ്ട്രെസ് തീർച്ചയായിട്ടും ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ഒരു മാറ്റം മനുഷ്യന്റെ ബേസിക് സ്വഭാവമാണ്, അത് കംഫർട്ടബിൾ സോൺ നിന്ന് പുറത്തേക്ക് വരിക എന്നുള്ളത്. പക്ഷെ അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇതേ ടെക്നോളജി മാറാൻ സ്കൂളുകളിൽ ഇത് അനിവാര്യമാണ്, കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇത് തന്നെ പല ഓഫീസിലും നേരത്തെ പറഞ്ഞ ടെക്നോളജി പല വലിയ വലിയ കോർപ്പറേറ്റ് ഓഫീസുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ പല ബിസിനസ് സ്ഥാപനങ്ങളും ഇപ്പോഴും മടിക്കുന്നുണ്ട് ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്യൽ. ഇപ്പോൾ അങ്ങനെ തന്നെ പല മീഡിയം ലെവൽ കോർപ്പറേറ്റ് ഓഫീസുകളിലോ അല്ലെങ്കിൽ മീഡിയം ലെവൽ ഓഫീസുകളിലൊക്കെ ഇപ്പോൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അവിടെയൊക്കെ എങ്ങനെയാണത് അഡോപ്റ്റ് ചെയ്യാൻ മടിക്കുന്നുണ്ടോ അതോ ഉപയോഗിക്കുന്നുണ്ടോ? മടി സ്കൂൾ പിന്നെ എഡ്യൂക്കേഷൻ സെക്ടറിലുള്ള പറഞ്ഞ പോലെ തന്നെ ഈ കംഫർട്ട് സോണിന്റെ കേസ് ഇവിടെയും പൊതുവെ മനുഷ്യന്മാർക്കുള്ളതാണല്ലോ ഈ റെസിസ്റ്റൻസ് ടു ചേഞ്ച് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇതിൽ നിന്നൊന്ന് മാറുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളുകൾ അതൊരു കാരണമാണ്, ആ ആറ്റിറ്റ്യൂഡ് ഒരു കാരണമാണ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ ഒരു കാരണം വലിയൊരു തെറ്റിദ്ധാരണയാണ്, ഭയങ്കര കോസ്റ്റ് ഇൻവോൾവ് ആണ്, ഹെവിലി പിന്നെ ഇൻവെസ്റ്റ്മെന്റ് ഇൻവോൾവ് ആണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് പല ആൾക്കാരും എന്ത് ചെയ്യുന്നുണ്ട്, ആക്സെപ്റ്റ് ചെയ്യാതിരിക്കുക, അതിലേക്ക് മുഖം കൊടുക്കാതിരിക്കുന്നവരുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റിദ്ധാരണകളാണ്. വളരെ ചെറിയ ചെലവിലാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, ടെക്നോളജിയൊക്കെ പല ടൂൾസും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പല കാര്യങ്ങളിലും ഇന്റഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു പലതാണെന്നുണ്ടെങ്കിൽ കാരണം ടെക്നോളജിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന്റെ തുടക്കത്തിൽ ചിലപ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും. എന്നാൽ പതിയെ പതിയെ ഗ്രാജുവലി കുറച്ചങ്ങോട്ട് മൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കിന് കോസ്റ്റ് വലിയ രീതിയിൽ എന്ത് ചെയ്യും, വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പുതിയ പ്രൊഡക്റ്റ് വന്നു, ഒരു പിന്നെ 10 lakhs അതിന്റെ ഒരു മാനുഫാക്ചറിങ് കോസ്റ്റ്, അതല്ലെങ്കിൽ മാർക്കറ്റിൽ അവൈലബിൾ ഒരു 10 ലക്ഷം രൂപ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം, ആ ഒരു ടെക്നോളജി ഇവിടെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ, തുടക്കത്തിൽ അതാണ് കേസ് എന്നുണ്ടെങ്കിൽ ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും ഈ 10 എന്നുള്ളത് പോയി 1 lakhലേക്കും 50,000ലേക്കൊക്കെ എത്തുന്ന സാഹചര്യമുണ്ട്. ഒന്നുമില്ല, ഇപ്പോൾ 2 വർഷം മുമ്പ് ഒരു AI ആപ്പ് ഫോണിൽ നമുക്ക് അവൈലബിൾ ആക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സുകളും പിന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. ഇന്ന് എന്നാൽ വളരെ ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് AI ആപ്പുകൾ, ഒരുപാട് AI ടൂൾസ് ഫ്രീ ആയിട്ട് പിന്നെ പ്ലേ സ്റ്റോറുകളിലും ഗൂഗിൾ സ്റ്റോറിലും പിന്നെ ഇവിടെയൊക്കെ അവൈലബിൾ ആണ്. ഇതേ സിനാരിയോ എന്തുണ്ട്, പിന്നെ എല്ലാ ടെക്നോളജിക്കൽ മേഖലകളിലും ഉണ്ട്. അപ്പൊ അതിന് വേണ്ടത് ഒന്ന് ഈ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്, ചേഞ്ചസിനെ അഡോപ്റ്റ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡ്. ആ ചേഞ്ചസ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആദ്യം എടുക്കേണ്ടത് ഞാനായിരിക്കണം എന്ന ആറ്റിറ്റ്യൂഡ് ഓൺടർപ്രണേഴ്സിലും പിന്നെ ഇൻവെസ്റ്റേഴ്സിലും ഉണ്ടാകുക. രണ്ടാമത്തത് പിന്നെ ടെക്നോളജിയോട് മുഖം തിരിഞ്ഞിരിക്കാതിരിക്കാതെ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിനെയും എൻ്റെ സ്റ്റാഫുകളെയും എൻ്റെ കമ്പനിയെയും എല്ലാം ബ്രാൻഡ് ചെയ്യുന്നിടത്തും ഓപ്പറേഷൻസിനെ അവിടുത്തെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുന്നിടത്തും വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം എന്ത് ചെയ്യണം, ഓൺടർപ്രണേഴ്സ് തിരിച്ചറിയണം. അതൊരു ഫാക്റ്റാണ്. ആ ഫാക്ട് ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായി പോകും, ഔട്ട്ഡേറ്റഡ് ആയി. ഇതിന് ഈ തിരിച്ചറിവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് വേറൊരു കാര്യമുള്ളത്, അതായത് ടീച്ചേഴ്സിന് ഉണ്ടാവേണ്ട ഒരു തിരിച്ചറിവുണ്ട്. അതായത് നമ്മൾ ഇപ്പൊ ഇരിക്കുന്ന കംഫർട്ട് സോൺ എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു സാധനമാണ്. അതെന്തുകൊണ്ട് നമ്മൾ ഇത്രയും കാലം അത് ചെയ്തത് കൊണ്ട് നമുക്കത് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്യുന്നതോടെ സംഭവിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ടീച്ചേഴ്സിന്റെ ജീവിതം ഇങ്ങനെ ബോറടിച്ചു പോകാനുള്ള ഒരു കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവർ ചെയ്യുന്ന വർക്ക് എന്നും ഒരേ കാര്യമാണ്. അതൊരു റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ടീച്ചർ ബേൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ പെൻഡപ്പായിട്ട് റിസൈൻ ചെയ്ത് പോകുന്ന എത്രയോ കേസ് എനിക്കറിയാം. വോളണ്ടറി റിട്ടയർമെന്റ് എടുക്കുന്ന കേസ് ഉണ്ട്. ഇതൊക്കെ നടക്കുന്നത് റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് AI-നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഇവർക്ക് കൂടുതൽ കാര്യങ്ങൾ, അതായത് ക്ലാസ് റൂമിൽ കുട്ടികളുടെ കംഫർട്ട്, വെൽനസ്, ഇത്തരം കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. ക്രിയേറ്റിവിറ്റി ഭയങ്കരമായിട്ട് കൂടും. അതുപോലെ മറ്റ് മേഖലകളിൽ ഇവർ ഉപയോഗിക്കാൻ പറ്റും, ഇവരെ ടൈം സേവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അവർ ഇപ്പൊ ഇരിക്കുന്നതല്ല അവരുടെ കംഫർട്ട് സോൺ ആകേണ്ടത്. അതിൽ എത്രയോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സോൺ അവർക്ക് മുമ്പിൽ ഉണ്ട്. അതവർ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് വരികയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത്.
അത് ഭയങ്കര ആസ്വാദ്യകരവുമാണ്. ഈ പറഞ്ഞ പോലെ ചടഞ്ഞിരിക്കേണ്ട നിരാശപ്പെടണമെന്നല്ല, ഭയങ്കരമായിട്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള. ഇത് കുട്ടികളുടെ മോട്ടിവേഷൻ ഭയങ്കരമായിട്ട് കൂട്ടും. അതാണ് അതാണ് അതിന്റെ വേറൊരു സൈഡ് ഇഫക്ട് എന്ന് പറയുന്നത്. സൈഡ് ഇഫക്ട് എന്ന് പോസിറ്റീവ് ആയിട്ട് പറയാണ്. അതിന്റെ ഒരു ഇമ്പാക്ട് അതാണ്. അതെ അത് കുട്ടികൾ ഭയങ്കര മോട്ടിവേറ്റഡ് ആവും. കുട്ടികൾ മോട്ടിവേറ്റഡ് ആവുമ്പോൾ ഒരു ടീച്ചർക്ക് അടങ്ങിയിരിക്കാൻ പറ്റില്ല എന്നതാണ്. അതോടെ ക്ലാസ് വേറൊരു ലെവലിലേക്ക് എത്തും. ഇങ്ങനെ ഒരു സുന്ദരമായ ലോകം അവരുടെ മുമ്പിലുണ്ട്. ഇത് ഞാൻ എന്റെ ക്ലാസ്സിൽ ഞാൻ ഇന്ററാക്റ്റീവ് പാനൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് അറിയാം. അപ്പോൾ അത് ഇന്ററാക്റ്റീവ് പാനൽ പലപ്പോഴും ഒരു യൂട്യൂബ് കാണിച്ചു കൊടുക്കാനോ ഒരു പവർ പോയിന്റ് പ്രസന്റേഷനോ വേണ്ടി മാത്രമല്ല, ഒരുപാട് ഇന്ററാക്റ്റീവ് ടൂൾസ് നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. ഇവിടെ പലപ്പോഴും നമുക്കുള്ളൊരു എക്സ്പീരിയൻസ് സാർ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല ആൾക്കാർക്ക് ഇന്ററാക്റ്റീവ് പാനൽ ഉള്ള സ്ഥാപനങ്ങളിൽ പോലും പല ആളുകളും ഇപ്പോഴും തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഒരു പ്രൊജക്ടറിന്റെ കുറച്ചും കൂടി ഒരു അഡ്വാൻസ്ഡ് സാധനം മാത്രമാണ് ഇന്ററാക്റ്റീവ് പാനൽ. അതുകൊണ്ട് തന്നെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരും ഒരു 20,000 25K ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല പ്രൊജക്ടർ കിട്ടുമല്ലോ, പിന്നെ എന്തിനാണ് പിന്നെ 75 1 lakh ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഒരു TV വാങ്ങി, അല്ലെങ്കിൽ ഒരു ഗൂഗിൾ TV വാങ്ങി വെച്ചാൽ എന്ത് ചെയ്യും, ചെറിയ പൈസ ഉള്ളൂല്ലോ എന്ന് പറയുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഒരു PPT കാണിക്കാനുള്ള ഒരു സാധനമായിട്ട് അതിനെ ചുരുക്കി കാണിച്ചാൽ അവിടേക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്, ഈ പാനലുകളിൽ ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള AI ടെക്നോളജീസ്, AI ടൂൾസ്, പിന്നെ മറ്റെന്തൊക്കെ ഉപയോഗങ്ങൾ, ഈ പിന്നെ ടീച്ചിങ് മെത്തഡോളജീസിൽ എങ്ങനെയൊക്കെ അതിനെ അഡോപ്റ്റ് ചെയ്യാം എന്നുള്ളതിൽ ഒരു അവയർനെസ്സും എഡ്യൂക്കേഷനും ശരിക്കും നിങ്ങളെ പോലുള്ള ആളുകൾ എന്ത് ചെയ്യേണ്ടതുണ്ട്. അവയർനെസിന്റെ ഒരു കുറവ് ഇതിൽ നല്ലപോലെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒരു. ഗാഡ്ജറ്റിന്റെ അത്രയും ഇമ്പോർട്ടന്റ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ഇതില് ഒരു കാര്യം എന്താ വെച്ചാല്, ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പം നമ്മൾ കൊടുക്കുന്ന ഈ മൊബൈലിലൊക്കെ ക്ലാസ് റൂമിൽ നിരോധിച്ചിരിക്കുകയാണ്. ഞാൻ വർക്ക് ചെയ്ത ഒരു പുറത്തൊരു സ്ഥാപനമുണ്ട്. അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല്, കോളേജ് തുറക്കുന്നതിന്റെ മുമ്പ് വെക്കേഷന് ഒരു ദിവസം അവിടെ വലിയൊരു ഇലക്ട്രോണിക് ഫെയർ നടക്കും. ആ ഫെയറിൽ ടീച്ചേഴ്സിനും കുട്ടികൾക്കൊക്കെ ഗാഡ്ജറ്റ്സ് വാങ്ങിക്കാം. ഇങ്ങനെ ഗാഡ്ജറ്റ്സ് വാങ്ങിച്ചിട്ട് അത് നമ്മുടെ സാലറിയിൽ നിന്നും കുട്ടികളെ സ്റ്റൈപ്പൻഡിൽ നിന്നും അത് ഇൻസ്റ്റാൾമെന്റിലാണ് അടക്കപ്പെടുന്നത്. അതുകൊണ്ട് എല്ലാവരും റെഡിയാണ് സ്കൂൾ തുറക്കുമ്പോഴേക്ക്. ഒരു കുട്ടി ഒരു ഗാഡ്ജറ്റ് ഇല്ലാതെ ക്ലാസ്സിൽ വന്നാൽ അവനെ ഞാൻ പുറത്താക്കേണ്ട ഒരു അവസ്ഥയാണ് അവിടെ. അതാണ്. അപ്പൊ ഇത് കൊണ്ടുവന്നാൽ വേറൊരു കാര്യം എന്താ വെച്ചാൽ, അവൻ ചെയ്ത ഹോംവർക്ക് അവന് എന്റെ ഇന്ററാക്റ്റീവ് പാനലിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, മിറർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ, നല്ല വർക്കിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റും. എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഒരു കുട്ടി ചെയ്തിട്ടുണ്ട്, അത് ചിലപ്പോൾ കോമൺ ആയിട്ട് പലരും ചെയ്തിട്ടുണ്ടാവും. എനിക്ക് ആ ബോർഡിൽ വെച്ചിട്ട് അതെന്താന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ അതൊരു പ്രത്യേക ലോകം തന്നെയാണ്. അങ്ങനത്തെ ഒരുപാട് എഫേർട്ട് സേവ് ചെയ്യാൻ പറ്റുമല്ലോ അവിടെ, ഒരുപാട് ചെയ്യാൻ പറ്റും. അതുപോലെ കൃത്യമായിട്ട് പിൻ പോയിന്റ് ചെയ്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അവർക്കും ഭയങ്കര ഹാപ്പിയാണ്. എന്താ വെച്ചാൽ അവരുടെ ഒരു സാധനം പ്രൊജക്ട് ചെയ്തിട്ട് അതിലേക്ക് കാണുകയൊക്കെ ചെയ്യുമ്പോൾ. അത് മാത്രമല്ല, ഇപ്പൊ മാഡത്തിന്റെ ഒരു സബ്ജക്റ്റുമായിട്ട് അതിനെ നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്നല്ലോ. അന്ന് ഈ ഗാഡ്ജറ്റിനോടുള്ള പാരന്റ്സിന്റെ ഒരു ആറ്റിറ്റ്യൂഡ്, കുട്ടികൾ അതിനെ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണല്ലോ. ക്യൂരിയോസിറ്റി കൂടുമ്പോഴാണല്ലോ മിസ്യൂസ് ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നത്, മിസ്യൂസേജിലേക്ക് മറ്റൊക്കെ പോകുന്നത്. ഇതിപ്പോ നമ്മളെ കയ്യിൽ വളരെ ചെറുപ്പം മുതലേ പിന്നെ ടാബുകളും ഗാഡ്ജറ്റുകളും ഉപയോഗിച്ച് ശീലമുള്ള ആളുകൾക്ക് അതിനെ മിസ്യൂസ് ചെയ്യാനൊന്നും എന്തില്ലാവില്ല തോന്നുന്നില്ല. ഇപ്പൊ സാർ ഇപ്പോൾ ഒരു പുതിയ വേറെ സ്ഥലത്ത് പിന്നെ പഠിപ്പിച്ചപ്പോഴുണ്ടായ ഒരു അനുഭവമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ടാബോ അതല്ലെങ്കിൽ പിന്നെ ഒരു ലാപ്ടോപ്പോ ഒരു ഫോണോ ഒന്നും അത്ര വലിയൊരു സംഭവം ആയിരിക്കില്ല. അപ്പൊ അത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താവുള്ളൂ, തീർച്ചയായിട്ടും ഉപയോഗിക്കുള്ളൂ. ഞാൻ അങ്ങനെ മനസ്സിലാക്കി. നമുക്കൊക്കെ നമ്മുടെ മക്കളെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട പരാതി എന്ന് പറഞ്ഞാല് അവര് ഈ മൊബൈൽ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ മിസ്യൂസ് ചെയ്യാനുള്ള അവസരം കുറക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി. അത് കുറക്കാനുള്ള ഒരുപാട് വഴികൾ നമുക്കുണ്ട്. അതിലൊരു വഴിയാണ് എന്താ വെച്ചാല് ഈ എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻസ് നമ്മുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ എഡ്യൂക്കേഷണൽ കോണ്ടന്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, അവര് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഒരു പക്ഷേ ഗെയിം കളിച്ചിട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ കോണ്ടന്റിന് എന്താ വെച്ചാൽ ഒരു ഗെയിമിഫിക്കേഷൻ വഴി അവർക്ക് കളിക്കാനുള്ള ഒരു ഗെയിമാക്കി മാറ്റാം. ഈ പലപ്പോഴും അവരിൽ ഉണ്ടാക്കുന്ന ഒരു അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ലെവലാണ്. അതായത് ഇപ്പോൾ ഒന്നാമത്തെ ലെവൽ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ തന്നെ രണ്ടാമത്തെ ലെവൽ ഓപ്പൺ ചെയ്യാണ്. അപ്പൊ നമുക്ക് ഒരു സ്ഥലത്തും ഒരു സ്റ്റോപ്പ് ഇല്ല, അടുത്ത മൂന്നാമത്തെ ലെവൽ എത്തുകയാണ്. ഇതുപോലെ നമ്മുടെ കോണ്ടന്റിനെ നമുക്ക് ഗെയിമിഫൈ ചെയ്യാൻ പറ്റിയാൽ കുട്ടികൾ അത് ഇത്രയും ആവേശത്തോടെ തന്നെ കളിക്കും. അതാണ് അതിന്റെ ഒരു മെച്ചം. ഇപ്പൊ ഞാൻ എന്റെ ഒരു അനുഭവം ഗെയിമിഫിക്കേഷന് പറ്റിയ ആപ്പുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു കൊടുത്താൽ എന്താ പറയാ. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. അതായത് ഈ UPSCയുടെ പരീക്ഷയ്ക്ക് നമുക്കൊരു കുറെ വൊക്കാബുലറി പഠിക്കാനുണ്ട്. ആ വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഓർമ്മിക്കാൻ പറ്റാത്തതാണ്. പിന്നെ അതിന്റെ മീനിങ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ്. അപ്പൊ അവർ ചെയ്യുന്നത് ഒരു വൊക്കാബുലറി ഐറ്റം കൊടുക്കും, അതിന് 4 ഡിസ്ട്രാക്ഷൻ കൊടുക്കും. അപ്പൊ നമ്മൾ ഇത് കഹൂട്ട് എന്ന് പറഞ്ഞ ഒരു ആപ്പിന്റെ അകത്ത് നമ്മൾ ഇതുപോലെ തന്നെ 10 വേർഡ് ഒരു ദിവസം 10 വേർഡും അതിന്റെ 4 ഡിസ്ട്രാക്ഷൻ കറക്റ്റ് വേർഡ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്താൽ
ആ കഹൂട്ട് എന്ന് പറഞ്ഞ ആപ്പ് അതിനെ ഒരു ഗെയിമായിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഗെയിമായിട്ട് കൺവേർട്ട് ചെയ്ത് അത് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടുള്ള ഗെയിമൊക്കെ ആക്കാം. നമുക്ക് ഉദാഹരണത്തിന് ഒരു ഏലിയൻ അറ്റാക്ക് ഒക്കെ ആയിട്ട് അതിനെ മാറ്റാം. അപ്പൊ ഏലിയൻ അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഏലിയൻസ് ഉപയോഗിക്കുന്ന ഓരോ ബോംബും ഓരോ വൊക്കാബുലറി ഐറ്റം ആയിരിക്കും. അപ്പൊ അതിൽ കറക്റ്റ് ഗൺ ഉപയോഗിച്ച് നമ്മൾ പിന്നെ ഷൂട്ട് ചെയ്താൽ മാത്രമേ അതിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഗെയിം ഒരു കുട്ടി ഒരു 4-5 പ്രാവശ്യം കളിക്കുമ്പോഴേക്കും ഈ 10 വേർഡ്സ് അതിന്റെ മീനിങ് അവൻ അറിയാം. പിന്നെ അടുത്ത 10 വേർഡ് എടുക്കും. ഇങ്ങനെ നമ്മൾ ഏകദേശം ഒരു 100 വേർഡ്സ് ഒക്കെ നമ്മൾ മാസ്റ്റർ ചെയ്യാൻ വളരെ എളുപ്പത്തിൽ പറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ നമ്മൾ എന്ത് വെച്ചാൽ നമ്മുടെ കോണ്ടന്റിനെ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഗെയിമിഫൈ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആ അഡിക്ഷനെ അല്ലെങ്കിൽ ആ മിസ്യൂസിനെ നമ്മളൊരു ഗുഡ് യൂസ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ അത് ബ്ലെയിം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ മൊബൈൽ കൊടുക്കാതിരിക്കുന്നതോ അല്ല യഥാർത്ഥത്തിലുള്ള ഒരു അപ്രോച്ച് നമ്മൾ മനസ്സിലാക്കാം. മാഷി പറഞ്ഞതില് ഇപ്പൊ ഗെയിം ഒരു അഡിക്ഷൻ ആണെന്ന് പറയുന്ന പോലെ തന്നെ ഒരു 1 വയസ്സ് 2 വയസ്സുള്ള കുട്ടികൾ മുതൽ ഫോണിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പോ നമ്മുടെ റീൽസ് ആണ്. റീൽസിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു 9 to 10 സെക്കൻഡ്സ് ഒക്കെ പിള്ളേർ ഒരു റീല് കാണുന്നുള്ളൂ. ഇത് കാണുമ്പോഴേക്കും അവർ ഇത് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ ഈ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ബ്രെയിനിന് അത്രയും പ്ലഷർ കിട്ടുന്ന കാര്യം മാത്രമേ ഇവർ കണ്ടിരിക്കുന്നുള്ളൂ. അപ്പൊ വളരെ ചെറിയ പ്രായത്തിൽ തൊട്ടേ ബ്രെയിന് അവർക്ക് ഏറ്റവും പ്ലഷർ ആയിട്ടുള്ള കാര്യത്തിൽ മാത്രം നിന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചു തുടങ്ങും. അപ്പൊ ഇതുകൊണ്ട് വരുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പൊ റിസർച്ചിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം കുട്ടികൾക്ക് ഇപ്പൊ ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുമ്പം അവരെ സംബന്ധിച്ച് ഇത്രയും റീൽസ് കണ്ട് അത്രയും പ്ലഷർ കിട്ടിയിട്ടാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. ഇപ്പൊ സ്കൂളിൽ പോയി കഴിയുമ്പോൾ അവൻ ഏറ്റവും ഇഷ്ടമില്ലാത്ത ഒരു സബ്ജക്ട് പഠിക്കുന്ന സമയത്ത് അവന്റെ ബ്രെയിനിന് ഇതിങ്ങനെ മാറ്റാനുള്ള ടെൻഡൻസിയാണ് വരുന്നത്. അപ്പൊ ആ ഒരു ടൈമിനുള്ളിൽ റീൽസ് കണ്ട് കണ്ട് കുട്ടികൾ ഈ പറഞ്ഞ ഗെയിമിന്റെ അഡിക്ഷൻ പോലെ തന്നെ വരുന്ന ഒരു കാര്യം. അപ്പം പാരന്റ്സിന് ചെയ്യാൻ പറ്റുന്ന കാര്യം കുഞ്ഞുനാൾ തൊട്ടേ കുട്ടികൾക്ക് ഇപ്പൊ കുട്ടികളെ ടൈം കളയാൻ ഏറ്റവും നല്ലത് ഈ റീൽസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഒരു വയസ്സ് തൊട്ടുള്ള കുട്ടികൾ ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ റീൽസിലേക്ക് പോകുന്നതിന് പകരം കുട്ടികൾക്ക് കുറച്ചും കൂടെ എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. കുട്ടി എന്ത് കാണണം എന്നുള്ളത് പാരന്റ്സ് മുൻപേ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ടെക്നോളജീനെ കുറ്റം പറയുന്നതിന് പകരം ഇനിയുള്ള കാലത്ത് ഈ ടെക്നോളജിയെ എങ്ങനെ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താം എന്നുള്ളതിൽ പാരന്റ്സ് കൂടുതൽ ലേൺ ചെയ്യേണ്ട സമയമാണ്. അല്ലാതെ നമുക്കിതിനെ കുറ്റം പറഞ്ഞ് ഇനി മാറ്റി നിർത്തിയിട്ട് നമ്മുടെ ഈ വരുന്ന തലമുറേനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ടെക്നോളജി മാറ്റിയെടുക്കാൻ പറ്റില്ല എന്നുള്ളത് എന്തായാലും ഉറപ്പാണ്. കാരണം ഇന്നിപ്പോൾ യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോൺ അടക്കം പേരൻസും അത് തന്നെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടെക്നോളജി ഒരിക്കലും മാറ്റിയെടുക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് സ്മാർട്ട് ക്ലാസ് എന്ന് പറയുന്നത്. അപ്പൊ എനിക്ക് വിവേക് ജിയുടെ അടുത്ത് ചോദിക്കാനുള്ളത് അത്രമാത്രം ശരിക്കും ആക്ച്വലി സ്മാർട്ട് ആണോ നമ്മുടെ സ്കൂൾ ക്ലാസ് റൂമുകൾ എന്നുള്ളതാണ്. ഇനി അങ്ങനെ തന്നെ സ്മാർട്ട് ആണെങ്കിൽ തന്നെ അതിന്റെ ഒരു സ്കോപ്പ് എന്തുമാത്രമാണ്, ആ ഒരു സ്മാർട്ട് ക്ലാസിന്റെ സ്കോപ്പ് എന്തുമാത്രം, ആ സ്കൂളിന് ആ ഒരു സ്മാർട്ട് ക്ലാസിന്റെ സ്കോപ്പ് എന്തുമാത്രം ഉണ്ട് എന്നുള്ളതാണ്. നല്ലൊരു ചോദ്യമാണ്. ഞങ്ങൾ എല്ലായിടത്തും പല സ്കൂളുകളും പല കോളേജസിലും ഇത് പറയുന്നത് സ്മാർട്ട് ക്ലാസ്, ഞങ്ങളുടെ സ്ഥാപനം സ്മാർട്ടാണ് എന്ന് പറയുന്നത്. സ്മാർട്ട് എത്രത്തോളം സ്മാർട്ടാണ് എന്നതാണ് ഇപ്പോൾ ചോദ്യം. ടെക്നോളജിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തു. ടെക്നോളജിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മടിക്കുന്ന സ്ഥലത്താണ് സ്മാർട്ടാണെന്ന് ക്ലെയിം ചെയ്യുന്നത്. ഇപ്പോൾ സ്മാർട്ടാണോ എന്ന് വെച്ചാൽ ഒരു 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 സെർട്ടൺ ലെവൽ വയ്ക്ക് സ്മാർട്ട് ആയിട്ടുള്ളൂ, മുഴുവൻ സ്മാർട്ട് ആയിട്ടില്ല. മുഴുവൻ സ്മാർട്ട് ആവണമെങ്കിൽ അതിന് വെൽ എക്യുപ്ഡ് ആയിരിക്കണം. അത് സ്കൂൾ എക്യുപ്ഡ് ആയിരിക്കണം, ടീച്ചേഴ്സ് എക്യുപ്ഡ് ആയിരിക്കണം, സ്റ്റുഡൻസും ഇതിന് എക്യുപ്ഡ് ആയിരിക്കും, അഡോപ്റ്റ് ചെയ്യണം. സ്റ്റുഡൻസിനെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ വിടണം. അതാണ് ഒന്ന്. ഇപ്പോൾ ഫോൺ യൂസ് ചെയ്യാൻ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോൺ മിസ്യൂസ് ചെയ്യാൻ പറ്റും. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാനുള്ള കുറേ പരിമിതികളുണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് നിങ്ങൾ ടാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു കൺട്രോൾഡ് എൻവയറമെൻറ്റിൽ നിങ്ങൾക്കൊരു ടാബ് കുട്ടികൾക്കും മുതിർന്ന സ്റ്റുഡൻസിനും അത് കൊടുക്കുകയാണെങ്കിൽ ഇത് ഒരു ഇൻട്രാക്ഷൻ നടക്കും. നിങ്ങൾ ഇപ്പോൾ സ്മാർട്ട് പാനൽ ഉപയോഗിക്കുന്നു, ആ സ്മാർട്ട് പാനലിൽ AI യൂസ് ചെയ്യുന്നു. അതേ ഇത് നിങ്ങളുടെ AI യൂസ് ചെയ്തിട്ടുള്ള ഒരു ടാബും കൂടെ നിങ്ങൾ ക്ലാസ്സിൽ കുട്ടികൾക്കും, ചെറിയ കുട്ടികൾക്കായാലും വലിയ കുട്ടികൾക്കായാലും അതിൻ്റെ ഒരു പാരൻ്റൽ കൺട്രോൾ സെറ്റ് ഉപയോഗിച്ച്, അതിൻ്റെ ഒരു ഹൈറാർക്കി ഉപയോഗിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ ഇത് സ്മാർട്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരിക്കലും ഇത് സ്മാർട്ട് ആവില്ല. കുട്ടികളെ നിങ്ങൾ ഒരു സൈഡിൽ നിങ്ങൾ കുട്ടികളെ സ്ക്രീൻ ടൈം എന്ന് പോലെ ഹൈപ്പ് ചെയ്തിട്ട് അത് തടയുന്നു. കുട്ടികളെ ഒരിക്കലും തടയാൻ കഴിയില്ല. കുട്ടികളെ നിങ്ങൾ എത്രത്തോളം തടയും? വലിയവരെ തന്നെയാണ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ എത്ര പേര് കിടന്നുറങ്ങുന്നവരേക്കും ഒരു രക്ഷിതാവ് ഫോണാണ് യൂസ് ചെയ്യുന്നത്. അതല്ലേ കുട്ടികളും കാണുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഡൈവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ അതിന് ഒരു വലിയൊരു ഉദാഹരണം ഇപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ നമ്മൾ പറയുന്നത്, നമ്മൾ കുറേ R&D നമ്മൾ നടത്തുന്നുണ്ട്.
ഈ R&D നടത്തുന്ന കൂട്ടത്തിൽ നമ്മളൊന്ന് ആലോചിക്കുന്നത് സ്മാർട്ട് TV എല്ലാ വീടുകളിലും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞപ്പോൾ കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് ഗെയിമിഫിക്കേഷൻ, പഠിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ ഗെയിമുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഓൾറെഡി ഉണ്ട്. ഇത് ഒരു സ്മാർട്ട് TV വാങ്ങിക്കുന്നതിന് പകരം ഒരു പാനൽ വാങ്ങിച്ചാൽ ടിവിയുടെ ഉപയോഗം നടക്കും. സ്മാർട്ട് TV ഈ പാനലിലുണ്ട്. അതേ സ്മാർട്ട് TV സ്മാർട്ട് പാനൽ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ടിവിയും കാണാം, നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യാം, കുട്ടികളെ ഡൈവേർട്ട് ചെയ്ത് വിടാം. അതും കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ. ഈ സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ സ്മാർട്ടാവുള്ളൂ. പിന്നെ അതേപോലെ തന്നെയാണ് ഇതിന് സ്മാർട്ടായിട്ടുള്ള കുറേ സോഫ്റ്റ്വെയറും AI യൂസ് ചെയ്തിട്ടുള്ള സ്പെഷ്യലൈസ് സോഫ്റ്റ്വെയർസ് ഇപ്പോൾ പല കമ്പനികളും ഇറക്കി തുടങ്ങി. അതെല്ലാം നമ്മൾ അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അഡോപ്റ്റ് ചെയ്താലേ സ്മാർട്ട് ആവുള്ളൂ. അതാണ് സാറ് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാൻ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് US-ലുള്ള ക്ലയൻസ് ഒക്കെ ഒരുപാട് പേരുണ്ട്. അപ്പൊ അവിടെ ചെറിയ കുട്ടികൾക്ക് പോലും ക്ലാസ്സിൽ ടാബ് നിർബന്ധമാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവരുടെ പഠനം എങ്ങനെ പോകുന്നു എന്നുള്ളത് ടീച്ചേഴ്സിന് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും അവർക്ക് കൊടുത്തു വിടുന്ന വർക്ക് കുട്ടികൾ ഇതിലാണ് ചെയ്തു കൊണ്ടുപോകുന്നത്, സാറ് നേരത്തെ പറഞ്ഞ പോലെ. അപ്പം ആ ഒരു ഇപ്പൊ സാറ് പറഞ്ഞതുമായിട്ട് പെട്ടെന്ന് ആലോചിക്കുകയാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഇതിന് കുറച്ച് കാലം മുമ്പ് നമ്മുടെ ചർച്ചയായിരുന്നു കുട്ടികൾ എത്ര വെയിറ്റ് എടുത്ത് പോകുന്നു എന്നുള്ളത്. ഇപ്പോൾ 10 കിലോ നിങ്ങളുടെ ബാക്ക് പാക്കിൽ 10 കിലോ ബുക്ക് വരുന്നുണ്ട്, ടിഫിൻ ബോക്സ് വരുന്നുണ്ട്, ഇങ്ങനെ എത്ര കിലോ വെയിറ്റ് എടുത്തിട്ട് കുട്ടികൾ പോകുന്നുള്ള ഇതെല്ലാം കൂടെ നിങ്ങൾക്ക് ടേബിൾ വരുന്ന ആക്കാൻ ആവുന്നതേ ഉള്ളൂ. പല കൺട്രികളിലും ഇപ്പോൾ അത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കുകളും നോട്ട് ബുക്കുകളും എഴുതാൻ ഉപയോഗിക്കുന്ന പാഡ് കയ്യിലുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു ചെറിയൊരു ഒരു ഡിവൈസ് എടുത്തിട്ട് കുട്ടി സ്കൂളിൽ പോകേണ്ട കാര്യമുള്ളൂ. ഇതിനൊക്കെ പലരും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്തിട്ടാലും സോഷ്യൽ മീഡിയ ആർക്കും എന്തും പറയാമെന്നുള്ളൊരു ഒരു മീഡിയ കൂടിയാണ്. ഞാൻ തന്നെ ഇപ്പം നമ്മുടെ കമ്പനിയുടെ പല വീഡിയോസും നമ്മൾ ഇടുമ്പോൾ അതിൻ്റെ താഴെ വരുന്ന കമൻസ് കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നും, അതേസമയം ചിരിയും വരും. കാരണം ഇത്രയും ബാക്ക്വേർഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടല്ലോ. ഈ പറയുന്ന ആൾക്കാരെല്ലാം മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് ഇതിന് റിപ്ലൈ ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിലാണ് ഞങ്ങൾ ഇടുന്നത്. ഇൻസ്റ്റാഗ്രാം കണ്ടുകൊണ്ടാണ് ഈ ആൾക്കാരെല്ലാം മറുപടി ഇടുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോഴും മാർക്കർ പെന്നുകളും ചോക്കുകളും ഉപയോഗിച്ചാണോ നിങ്ങളിപ്പോഴും സ്കൂളിൽ പഠിപ്പിക്കുന്ന ചോദ്യത്തിന് ഞങ്ങൾ വീഡിയോ ഇട്ടതിന് എത്ര തമാശ നിറഞ്ഞ കമൻറ്റുകൾ, നെഗറ്റീവ് കമൻസുകളാണ് വന്നിട്ടുള്ളത്. അതിൽ അധ്യാപകരുണ്ട്. അതാണ് എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം. അധ്യാപകരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ ഇത്രയും സ്മാർട്ടാണ്, ഞങ്ങൾ പഠിച്ചത് അങ്ങനെയല്ല. ഇപ്പോഴും പല സ്കൂളുകളും സ്മാർട്ട് ആയിട്ട് പഠിപ്പിക്കുന്നില്ല. പലർക്കും നിങ്ങൾ ഈ പറയുന്ന സംഗതി അഫോർഡ് ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളിത് എല്ലാം സ്മാർട്ട് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നടപ്പിലാവില്ല, ഇത് ഇന്ത്യയാണ് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോ. എനിക്കൊരു തമാശ തോന്നിയ ഒരു കാര്യം എന്താ വെച്ചാല്, ഈ പറയുന്ന പേരൻസ് ഒക്കെ അവരുടെ മൊബൈൽ ഫോണ് ഓണാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ കൊടുക്കുന്നവർ കുട്ടികളുടെ കയ്യിലാണ്. ടിവിയുടെ റിമോട്ട് ഒരു സാധനം മാറ്റിയെടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവർ കുട്ടികളെയാണ് ആദ്യം വിളിക്കുന്നത്. എന്നിട്ട് അവർ പറയാണ് ഞങ്ങളൊക്കെ അവർക്ക് പഠിച്ചത് ഈ രീതിയിലാണ്, ഇന്നത്തെ നീ വേറെ കേസിൽ ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, നമുക്ക് പൊതുവെ ലോകത്ത് എല്ലായിടത്തും കാണുന്ന ഒരു അപ്രോച്ചാണ് BYD എന്ന് പറയുന്നത്. ബ്രിങ് യുവർ ഓൺ ഡിവൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവ്മെന്റ് ഉണ്ട്. അതായത് കുട്ടികളുടെ കയ്യിൽ എന്താണോ ഡിവൈസ് ഉള്ളത് ആ ഡിവൈസ് ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളിപ്പം നേരത്തെ വിവേക് സാർ പറഞ്ഞതുപോലെ നമ്മൾ ക്ലാസ് റൂമിനെ മാത്രം സ്മാർട്ടാക്കുകയും ക്ലാസ്സിലെ ഏറ്റവും ഇന്റഗ്രൽ പാർട്ടായ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും സ്മാർട്ട് ആക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതൊരിക്കലും ഒരു ഫുൾ സ്മാർട്ട് ആകുന്ന ഒരു അവസ്ഥ അല്ല. ഇപ്പൊ കുട്ടികളെ മാറ്റി നിർത്തിയിട്ട് ആരും അവരുടെ ഡിവൈസ് ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. പല സ്കൂളിലും ബാഗ് ചെക്ക് ചെയ്തിട്ട് മൊബൈൽ ഉണ്ടെങ്കിൽ അത് പിടിച്ചു വെച്ചിട്ടാണ് ക്ലാസ്സിലേക്ക് വിടുന്നത്. മൊബൈൽ ക്ലാസ് കൊണ്ടുവന്നാൽ അവന് മൊബൈൽ തിരിച്ചു കൊടുക്കൂല എന്ന് പറയുന്ന എത്രയോ സ്കൂളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു അപ്രോച്ച് തന്നെ നമുക്ക് മാറ്റേണ്ടതുണ്ട്. കുട്ടികളുടെ ഡിവൈസ് അവർക്ക് ക്ലാസ് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലാക്കുക, അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് ഈ നേരത്തെ പറഞ്ഞ ഈ ടാബ്ലറ്റിന്റെ പ്രസക്തി വരുന്നത്. ക്ലാസ് റൂമിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ഡിവൈസ് ഉണ്ടായിരിക്കണം. ഒരുപക്ഷെ നമുക്ക് ക്യാമറയാണ് ഭീഷണി ഉണ്ടാക്കുന്നത്, ക്യാമറ അതിൽ വേണ്ട. അതുപോലെ തന്നെ എന്താണോ ഗെയിംസ് ആണെങ്കിൽ ആ ഗെയിംസ് അതിൽ വേണ്ട, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റരുത്. ആ രീതിയിൽ കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു ഡിവൈസ് നമുക്ക് ക്ലാസ് റൂമിലേക്ക് വേണം. അത്തരം ഒരു ഡിവൈസിനെ കുറിച്ചാണ് നേരത്തെ താങ്കൾ സൂചിപ്പിച്ചെന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പം നേരത്തെ വിവേക് സാറ് പറഞ്ഞ ഇപ്പൊ കമന്റ്സ് വരുന്നു എന്ന് പറഞ്ഞതിലൊരു കമന്റ് ഞങ്ങളുടെ കാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല എന്നുള്ളത്. ഇപ്പം കൗൺസിലിങ്ങിന്റെ സമയത്ത് എപ്പോഴും വരുന്ന ഒരു കംപ്ലൈന്റ് ആണ്. കുട്ടികളുടെ അടുത്ത് പാരന്റ്സ് എപ്പോഴും പറയുന്ന ഒരു സെന്റൻസ് ആണ്, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. അത് എല്ലാ വീട്ടിലും വളരെ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ കാലത്തൊന്നും നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല, നമ്മൾ കിലോമീറ്ററുകളോളം യാത്ര ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, നമുക്ക് വണ്ടി ഇല്ലായിരുന്നു യാത്ര ചെയ്യാൻ, നമ്മൾ ബുക്കും പെന്നും പെൻസിലും ഒക്കെ യൂസ് ചെയ്തു, സ്ലേറ്റിന്റെ കാലം എന്നുള്ളത്. അപ്പൊ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഇതിങ്ങനെ ആവർത്തിച്ച് കുട്ടികളുടെ അടുത്ത് പണ്ടത്തെ കാലത്തെ കാര്യങ്ങൾ പറയുന്ന സമയത്ത് കുട്ടികൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം,
എന്നെ എൻ്റെ പാരൻസിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. അവിടെ ആ ഒരു ഗ്യാപ്പ്, നമ്മൾ ഈ പറയുന്ന ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വലി ഞാൻ പറയുന്നത് ഒരിക്കലും ഈ മനുഷ്യന് മനസ്സിലാവില്ല ഒരു ഫീലാണ് കുട്ടിയിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും പാരൻസിൻ്റെ അടുത്ത് എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളുടെ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ, കാരണം ഈ കുട്ടികൾ ഒരു തെറ്റ് ചെയ്തിട്ടല്ല അവർ ഈ കാലഘട്ടത്തിൽ ജനിച്ചിട്ടുള്ളത്. നമ്മൾ ഈ കുട്ടികളെ കുറ്റം പറയുന്ന പോലെയാണ് നിങ്ങൾക്ക് ഈ കാലത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണെന്ന് പറയുന്നത്. നമ്മൾ തന്നെയാണ് ഈ സൗകര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തന്നെ കുറ്റം പറയാണ്, നിങ്ങൾക്ക് ഇത്രയും സൗകര്യമുണ്ട്, ഞങ്ങൾക്ക് ഇത്രയും സൗകര്യം ഇല്ലായിരുന്നു എന്നുള്ളത്. അപ്പം കുട്ടികളുടെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ചോദ്യം, അതിനിപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാനുള്ളത്, നിങ്ങൾക്കിത് പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മൾ ഈ പറയുന്ന ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും ടെക്നോളജിയുടെ കാര്യത്തിലാണെങ്കിലും കമ്പാരിസൺ മാറ്റി നിർത്തിയിട്ട് ഇപ്പൊ പ്രാക്ടിക്കലി നമുക്ക് എന്താണ് ആവശ്യം, അത് നമ്മളെ കൊണ്ട് എന്തുമാത്രം ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് എന്തുമാത്രം ചെയ്തു കൊടുക്കാൻ പറ്റും. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ സ്കൂളുകളിൽ മൊബൈൽ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പം അവിടെ എന്തുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ മാറ്റിയിട്ട് അത് അവിടേക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എങ്ങനെ ആക്കാന്നുള്ളതേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ. അത് ഒരുപാട് കാലം നമുക്കിതൊന്നും മാറ്റി നിർത്തിയിട്ട് എന്തായാലും നമുക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും നമുക്ക് അറിയുന്ന കാര്യമാണ്. കുട്ടികൾ ബോൺ വിത്ത് ടെക്നോളജിയാണ്. നമ്മളൊക്കെ ബോൺ അഡോപ്റ്റ് ചെയ്ത്, നമ്മളിപ്പോൾ ഈ ടെക്നോളജി അഡോപ്റ്റ് ചെയ്തതാണ്. കുട്ടികൾ ജനിച്ച് വീണതേ ഈ ടെക്നോളജിയിലേക്കാണ്. അപ്പോൾ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ആൽഫ കിഡ്സിനെ ഒന്നും നമുക്കിനി ഈ ടെക്നോളജി അതുമല്ല മാറ്റി നിർത്തപ്പെട്ട് കഴിഞ്ഞാൽ ഈ പിള്ളേർ ബാക്കിലായി പോകും. അവർ ഇനി വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർ ജീവിക്കാൻ പോകുന്നതാണെങ്കിലും അവരുടെ പ്രൊഫഷണലാണെങ്കിലും എവിടെയാണെങ്കിലും അവർക്ക് ഈ ടെക്നോളജി ഇല്ലാതെ അവർക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അവർ വല്ലാതെ പിറകിലോട്ടായി പോകും. ഇപ്പോൾ നമ്മൾ ടെക്നോളജി എന്നെ ഇത്രയും ഒരു സൈഡിൽ കുറ്റം പറയുന്നുണ്ട്, വേറെ സൈഡിൽ മൈക്രോസോഫ്റ്റിൻ്റെ തലപ്പത്തെത്തിയ സുന്ദർ പിച്ചൈ ടെക്നോളജി പഠിച്ചത് കാരണമാണ് അത്രയും വലിയൊരു പൊസിഷനിലേക്ക് എത്തിയെന്ന് പറയുന്നുണ്ട്. കോർപ്പറേറ്റ് സെക്ടറിലും അല്ലേ, കോർപ്പറേറ്റ് സെക്ടറിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇത്രയും ഒരു ബൂം ഉണ്ടായതും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഭയങ്കര ഇമ്പാക്റ്റ് അല്ലേ കോർപ്പറേറ്റ് സെക്ടറിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. 25 കൊല്ലം മുന്നത്തെ ബിസിനസ് വോളിയല്ലല്ലോ ഇന്നെന്തുള്ളത് ഉള്ളത്. 2-3 ഡെക്കേഡ്സ് മുമ്പ് പിന്നെ ബിസിനസ് എന്ന് പറയുമ്പോൾ വളരെ ലിമിറ്റഡ് ഇൻഡസ്ട്രീസും വളരെ ലിമിറ്റഡ് സെഗ്മെന്റ്സും ആണ് ഉണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് എണ്ണിയാൽ തീരാത്ത അത്രയും സർവീസുകൾ തന്നെ ഉണ്ട്. മാനുഫാക്ചറിങ്ങിൽ നിന്നും ട്രേഡിങ്ങിന് അപ്പുറത്തേക്ക് ബിസിനസ് എന്ത് ചെയ്തു, സർവീസ് സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ളത്. സർവീസ് സെക്ടർ എന്ന് പറയുമ്പോൾ അതിന്റെ വലിയൊരു ശതമാനവും പിന്നെ ഇപ്പോഴും വോളിയം ഹോൾഡ് ചെയ്യുന്നത് IT സെക്ടറാണ്. അപ്പൊ തന്നെ നമുക്ക് ഇത് മനസ്സിലാക്കാമല്ലോ എത്രത്തോളം പിന്നെ ടെക്നോളജിയിൽ ഉണ്ടായിരുന്ന ഇംപ്രൂവ്മെന്റ്സ് ഇവിടെ ബിസിനസ്സിൽ ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. അതിന് പല ബോർഡർലെസ് ആയി എന്നുള്ളതാണ്, ബോർഡർ ഇല്ല എന്നുള്ളതാണ്. എവിടെയും നമുക്ക് 70s 80s ബിസിനസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് ആണ് കാര്യമായിട്ട്, മാനുഫാക്ചറിങ് ട്രേഡിംഗും മാത്രമേ ഉള്ളൂ. ഇന്ന് ട്രേഡിങ്ങും മാനുഫാക്ചറിംഗ് ഒക്കെ ഒരു സൈഡിലേക്ക് എന്തായി മാറിയിട്ട് സർവീസ് ആണ് കാര്യമായിട്ട് എന്തുള്ളത്. ടെക്നോളജിന്റെ ഇത് നമുക്ക് അറിയണമെങ്കിൽ നമ്മളിപ്പോ ഊബർ എന്ന് പറഞ്ഞ സാധനത്തിന് ഒരു ടാക്സി പോലും ഇല്ല. ഏറ്റവും വലിയ ടാക്സി റൺ ചെയ്യുന്നവരാണ് ഊബറിന്റെ ഒക്കെ ഒരു അല്ല, അങ്ങനെ എത്ര എല്ലാ സെഗ്മെന്റിലും അങ്ങനത്തെ കോൺസെപ്റ്റുകൾ ഉണ്ടായി എന്നുള്ളതാണ്. ടെക്നോളജിയുടെ സപ്പോർട്ടാണ് അവിടെ കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ എന്തായത് കാരണമായിട്ടുള്ളത്. ഇന്നിപ്പോ നമ്മൾ ഭക്ഷണം വേണമെന്ന് പറഞ്ഞാൽ 10 മിനിറ്റിൽ എത്തുന്നതാണ് ടെക്നോളജി. സ്വിഗ്ഗി ആണെങ്കിൽ എല്ലാം. അതെ അതെ. അപ്പൊ ഇതിനെ മാറ്റി നിർത്താൻ ഇപ്പൊ അതേപോലെ തന്നെയാണ് വേറെ ഷോപ്പിംഗ് മൊത്തം നമുക്കിപ്പോ ഒരുപാട് സ്ഥാപനങ്ങൾ വീട്ടിൽ ഡെലിവറി ചെയ്യുന്നുണ്ട്. നമ്മൾ ഓർഡർ ഫോണിൽ അയച്ചു കഴിഞ്ഞാൽ വീട്ടിൽ സാധനം ഡെലിവറി ചെയ്യും. അവിടെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ ലിങ്ക് ചെയ്യാവുന്ന ഒരുപാട് ഇതുണ്ട്. ഇപ്പം ഈ റീറ്റെയിൽ സെഗ്മെന്റിൽ ഉള്ള പിന്നെ ഷോപ്പ് കീപ്പേഴ്സ് അവർ വല്ലാതെ ഓൺലൈൻ ട്രേഡേഴ്സിനെ ഭയങ്കരമായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്രിട്ടിസിസം നടക്കുന്നു എന്നല്ലാതെ പ്രൊഡക്റ്റീവായിട്ട് അവർക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂല. അത്രത്തോളം എന്തായിട്ടുണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട് ഓൺലൈൻ സെഗ്മെന്റുകൾ. ഇവിടെ നമ്മൾ ഇരുന്നൊരു സൈഡിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇത് വലിയൊരു കോർപ്പറേറ്റ് വേൾഡ് ആണെന്നൊക്കെ പറഞ്ഞ് അതെ, ഇതേ പ്രശ്നമാണ് എഡ്യൂക്കേഷണൽ സെക്ടറിലൊക്കെ എന്ത് ചെയ്യുന്നത് വരാൻ പോകുന്നത്. ഈ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് പിന്നെ ടീച്ചിങ്ങും മെത്തഡോളജീസും അഡോപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അഡ്വാൻസ്ഡ് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്കൂളുകളെയും സ്ഥാപനങ്ങളെയും നിരന്തരം എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ക്രിറ്റിസിസം മാത്രം അവിടെ ബാക്കിയാവും. റിസൾട്ട് ഒന്നും എന്ത് ചെയ്യൂല, ഉണ്ടാവില്ല. അതേസമയത്ത് കോവിഡ് കാലത്ത് ഈ കുറ്റം പറയാതെ അവർ കൂടി അതിലേക്ക് മാറേണ്ട ഒരു കമ്പൽസറി ആയിട്ടുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ അവർ മാറിയപ്പോ അവരൊക്കെ മെച്ചപ്പെട്ടു. ഞങ്ങൾക്കൊക്കെ എല്ലാം അനുഭവമുണ്ട്. ഈ ട്രെയിനിങ്ങിൽ ഓൺലൈൻ ട്രെയിനിങ് പിന്നെ വളരെയധികം നിരുത്സാഹപ്പെടുത്തിയിരുന്ന ആൾക്കാരായിരുന്നു നമ്മൾ. അത് പിന്നെ ആ കാലഘട്ടത്തിൽ സൂമും ഗൂഗിൾ മീറ്റും ഉപയോഗിച്ച് കുറച്ചുകാലം ട്രെയിൻ ചെയ്തപ്പോൾ പിന്നീട് ഓഫ്ലൈനിലേക്ക് പോകാൻ മടിയായി. കാരണം ഓഫ്ലൈനിൽ ഉപയോഗിക്കുന്നതിനേക്കാളും ടൂൾസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇപ്പൊ ഹൈബ്രിഡ് പിന്നെ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട്
ആളുകളുണ്ട് ട്രെയിനേഴ്സിന്റെയും കൺസൾട്ടൻസിന്റെയും ഇടയിലൊക്കെ. കാരണം അവർക്ക് കുറച്ചും കൂടി എഫിഷ്യൻസി കൂട്ടാൻ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ട് പറ്റുന്നുണ്ട്. അത് കോസ്റ്റ് സൈഡിൽ വലിയൊരു എഫക്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട്, അതായത് നമുക്കൊക്കെ നേരത്തെ കോളേജ് പൂട്ടുന്ന സമയത്ത് ഒരാഴ്ചത്തെ 2 ആഴ്ചത്തെ വർക്ക്ഷോപ്പ് ഉണ്ടാവും. അതിന് UK നിന്ന് ഒരാളെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അയാളുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒക്കെ കൊടുത്തിട്ടാണ് സ്ഥാപനം നമുക്ക് ഈ ട്രെയിനിങ് തരുന്നത്, 2 ആഴ്ചത്തെ ട്രെയിനിങ്. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നിങ്ങൾ ഇത്ര അവേഴ്സ്, ഇപ്പൊ 27 അവേഴ്സ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചുള്ള ഏതെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം, ഓൺലൈൻ ചെയ്തിട്ട് വേണം വരാൻ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്റ്റൈപ്പൻഡ് മറ്റു കാര്യങ്ങളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട അലവൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇതാണ് പിന്നെ നമ്മുടെ സ്ഥാപനം നമ്മളോട് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഓൺലൈൻ, ഇപ്പൊ മൂക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മാസീവ് ഓൺലൈൻ ഓപ്പൺ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഒരു കോഴ്സ് ചെയ്യും. 26 അവേഴ്സ് ആണെങ്കിൽ 26 അവേഴ്സുള്ള ഒരു കോഴ്സ് ചെയ്തിട്ട് അതിന്റെ കോഴ്സ് കംപ്ലീറ്റഡ് സർട്ടിഫിക്കറ്റും കൊണ്ടാണ് റീഓപ്പൺ ചെയ്യുമ്പോൾ കോളേജിൽ എത്തുന്നത്. അത് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിന്റെ അലവൻസ് കിട്ടുള്ളൂ. നമ്മൾ ഇതിലൊക്കെ മാറുന്നു. ഈ ഇന്ററാക്റ്റീവ് പാനൽസ് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തുമാത്രം വർക്കാ ചെയ്യുന്നത്? ഇപ്പം ഒരു സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പാനൽ നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് ഇതിനെ അപ്ഡേറ്റ് ചെയ്യാൻ എന്ത് തരത്തിലുള്ള വർക്ക്? ഇപ്പൊ നേരത്തെ R&D കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. R&D ടീം അതിന്റെ ബാക്കിൽ മാത്രം റിസർച്ച് എന്ന രീതിയിൽ എന്താണ് അതിൽ ചെയ്യുന്നതെന്ന് അറിയാൻ. എന്ന് പറഞ്ഞാൽ എല്ലാവരും കരുതിയത് ഇപ്പൊ ഒരു വെറുതെ നമ്മൾ എഴുതാം, ഡിജിറ്റലായിട്ട് എഴുതാൻ കാണിക്കാം, അതിൽ ഫോട്ടോ കാണിക്കാം, അതിലൊരു യൂട്യൂബ് എടുത്ത് കാണിക്കാം, ഇത് മാത്രമാണ് കരുതിയിട്ടുള്ളത്. ഇതിനപ്പുറം ഇപ്പം കുറേ സോഫ്റ്റ്വെയർ, അതിൽ ഇൻ്റഗ്രേറ്റഡ് സോഫ്റ്റ്വെയർ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ടീച്ചേഴ്സിൻ്റെ വർക്ക് ലോഡ് വളരെയധികം കുറയ്ക്കും. ടീച്ചേഴ്സിന് നമ്മളിപ്പോൾ കാണുന്നത് എന്താ വെച്ചാൽ, ടീച്ചർ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ പിറകിൽ ഇപ്പോൾ മാഷ് ആണ് കൂടുതൽ അതിനെപ്പറ്റി പറയാൻ കഴിയുക. എന്നാലും എനിക്കറിയാവുന്ന ഞാൻ പറയാം. ടീച്ചേഴ്സിന് അതിനെ ലെസൺ പ്ലാൻ തയ്യാറാക്കണം. ടീച്ചേഴ്സിന് തലേദിവസം ഇരുന്നിട്ട് അതിന് ലെസൺ പ്ലാൻ തയ്യാറാക്കണം. അത് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് ഒരു ഇതെടുക്കണം. അത് എങ്ങനെ കുട്ടികളെ അപ്രോച്ച് ചെയ്യാം, അതിന് എന്തൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ അതിന് വേണ്ടി തയ്യാറാക്കണം, അതിന് ഹോംവർക്ക് എന്ത് കൊടുക്കണം, ഈ കുട്ടികളെ വീക്കായിട്ടുള്ള കുട്ടികളുണ്ടാവും, കുറച്ച് സ്മാർട്ടായിട്ട് കുട്ടികളുണ്ടാവും, ഇവർ ഒരേപോലെ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകും. ഇതെല്ലാം ഈ ഒരു തലേദിവസ പ്ലാനിങ്ങിൽ ടീച്ചർ അത് പ്രിപ്പയർ ചെയ്ത് വരണം. കുറേ അവർക്കത് എക്സ്പീരിയൻസിനും കുറേ അവർക്കത് ഇതാവുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ടെക്നോളജി ഉപയോഗിക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഡെവലപ്പ് ചെയ്ത് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ബാക്കിൽ ഒരു പാനലുണ്ട്. അത് ഈ ടെക്നോളജിയെ എങ്ങനെ ടീച്ചിങ് ഇതിലേക്ക്, ഇപ്പോൾ മാഷെ പോലത്തെ കുറേ വളരെയധികം അറിവുള്ള ആൾക്കാർ, ഇതിൻ്റെ ടെക്നോളജിയെ പറ്റി വളരെ അറിവുള്ള ആൾക്കാർ, ടീച്ചേഴ്സിനെ പഠിപ്പിക്കുന്ന കുറേ ആൾക്കാർക്ക് അതിൻ്റെ ബാക്കിലുണ്ട്. അപ്പോൾ നമുക്കത് റിയൽ സിനാരിയോയിൽ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ടാണ് നമ്മളത് സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നത്. AI വളരെയധികം യൂസ് അതിലും കൺട്രോൾഡ് എൻവയറമെൻറ്റിൽ എന്ന് പറഞ്ഞാൽ സിലബസിനനുസരിച്ച്. AI എന്ന് പറഞ്ഞാൽ വേറെന്താണ്, നിങ്ങൾക്ക് AI കുറേ ഇൻഫർമേഷൻ ഇപ്പോൾ കൂടുതലാണ് കിട്ടുന്നത്. പക്ഷെ ഇതിലെന്താ നമ്മളെന്താ ചെയ്യുന്നത്, അത് വളരെ റെസ്ട്രിക്റ്റഡ് ആക്കി എങ്ങനെ വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. ഒരു സിലബസിൻ്റെ ബേസിൽ മാത്രം ടീച്ചർക്ക് തീരുമാനിക്കാം ഇതിൽ എന്ത് കാണിക്കാം, ഇതിലെന്ത് കൊടുക്കണം കുട്ടികൾക്ക് എന്നുള്ളത് തീരുമാനിച്ച്, അത്രയും AI അങ്ങനെയാണ് നമ്മൾ ലേൺ ചെയ്ത് പഠിപ്പിച്ച് കൊണ്ടുപോകുന്നത്. അതാണ് നമ്മൾ ഇതിൻ്റെ R&D ഇതിൻ്റെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഇന്ന് രാവിലെ ഞാൻ ഓഫീസിൽ പോയിട്ട് ആ പാനൽ കണ്ടിട്ടുണ്ട്. ആ പാനലിൻ്റെ അകത്ത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പിന്നെ ഒരു കുട്ടികളുടെ പെർഫോമൻസ്, ഇപ്പൊ ക്ലാസ്സിലുള്ള ടെസ്റ്റ് ആയാലും ക്വിസ് ആയാലും അതിലൊക്കെയുള്ള പെർഫോമൻസ് ഒരു സ്കോർ ബോർഡിലേക്ക് എൻ്റർ ചെയ്തിട്ട് ആ സ്കോർ ബോർഡിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഓരോ കുട്ടിയും ഏത് ഏരിയയിലാണ് വീക്കായിരിക്കുന്നത് എന്ന് ഈ സോഫ്റ്റ്വെയറിന് അറിയാൻ പറ്റി. ആ സോഫ്റ്റ്വെയറിന് അതിനനുസരിച്ചിട്ടുള്ള ഒരു റെമീഡിയൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോ കുട്ടിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള, അതായത് ടൈലർ മെയ്ഡ് റെമീഡിയൽ പ്ലാൻ ക്രിയേറ്റ് ചെയ്യും. അത് കുട്ടിയോട് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ അവൻ ഏത് ഏരിയയിലാണോ വീക്കായിരിക്കുന്നത് ആ ഏരിയ സ്ട്രെങ്തൻ ചെയ്തിട്ട് അവന് ജയിപ്പിക്കാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഒരു കുട്ടിയും തോക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നുള്ളതാണ്. നമ്മളെല്ലാവരും എയിം ചെയ്യുന്നത് 100% കുട്ടികൾ ജയിക്കുക എന്നുള്ളതാണ്. അതിന് വളരെ സയന്റിഫിക് ആയിട്ട് എന്താ പറയുക, ഡാറ്റ ഡ്രിവൺ എന്നുള്ള രീതിയിൽ സയന്റിഫിക് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യും. അതിന് ആ രീതിയിൽ തന്നെ പരിഹരിക്കാൻ ഈ സോഫ്റ്റ്വെയറിന് പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത്രയും വർക്ക് ഇത്തരം പാനലിന്റെ പിന്നിൽ ഉണ്ട് എന്നുള്ളതാണ്. ഈ സോഫ്റ്റ്വെയറിന് ഇതിന്റെ സ്കോപ്പ് ഭയങ്കരമാണ്. ഞാനിന്ന് പലയിടത്തും അവിടെ കണ്ടിട്ടുണ്ട്. ഇത് മാത്രമല്ല, ചില 3D പിന്നെ ആനിമേഷൻസ്, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ ഒരു ജിയോമെട്രിയിൽ ഏതെങ്കിലും ഒരു രൂപം വരക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ പിന്നെ ഇന്റലിജന്റ് റൈറ്റർ ടൂളൊക്കെ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് എങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് കറക്റ്റ് ഷേപ്പിലേക്ക് വരും. ഇതൊന്നും പണ്ട് നമ്മുടെ ബോർഡിൽ സാധ്യമേ ആയിരുന്നില്ല.
അപ്പൊ അങ്ങനെ ഒരു വലിയ ഒരു ഡിസ്കഷനും ഒരുപാട് അവേഴ്സ് ഓഫ് വർക്കും വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഒക്കെ ഇത്തരം പാനലിന്റെ പിറകിലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ഞാൻ സാർ ഇപ്പൊ പറഞ്ഞപ്പോ കണ്ടൊരു വീഡിയോ ആലോചിക്കുകയാണ്. അതിൽ കുട്ടികൾ വരച്ച ആനിമൽസ് ഇപ്പോ വളരെ കുട്ടികൾ വരയ്ക്കുമ്പോൾ നമുക്കറിയാലോ ആ ഒരു രീതിയിലുള്ള ഫോക്സിനെയും കോഴീനെയും ഒക്കെ വരച്ചിട്ട് അവരതിനെ സ്കാൻ ചെയ്തിട്ട് ഇത് എല്ലാം കൂടെ ഉള്ള, അതായത് ഇവരെല്ലാം ജീവനോട് കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെയെന്ന്. അപ്പം ആ ഒരു പാനലിനകത്ത് കാണിക്കുന്നത് ഇവർ ഓരോ കുട്ടികളും വരച്ച ആനിമൽസ് ആണ് പിന്നെ ആ സ്റ്റോറിയിൽ മുഴുവൻ വരുന്നത്. അപ്പൊ അത് കാണുമ്പം ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷമുണ്ട്. അവൻ ക്രിയേറ്റ് ചെയ്ത ഒരു ആനിമലാണ് ആ ഒരു സ്റ്റോറിയിൽ ആ ഭാഗം അഭിനയിക്കുന്നത്. അപ്പം ഇതേപോലെ പല രീതിയിൽ നമുക്ക് ക്രിയേറ്റീവായിട്ടും കുട്ടികൾക്ക് ഇപ്പം ഇമോഷണലി അത്രയും ഹാപ്പിനെസ് കൊടുക്കുന്നത്. അപ്പം ചിലപ്പോൾ ഞാനൊരു കഴിവും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരു കുട്ടിയുടെ വരച്ചൊരു ചെറിയൊരു പിക്ചർ ആയിരിക്കും അവിടെ ഒരു ആനിമലായിട്ട് അവർ കാണിക്കുന്നുണ്ടാവുക. അപ്പം അതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ഇതാണല്ലേ സ്മാർട്ട് ടീച്ചിങ്ങിന്റെ ഒക്കെ റിസൾട്ട് എന്ന് പറയുന്ന സാധനം. നേരത്തെ സാറ് പറഞ്ഞ ഡാഷ്ബോർഡ്, അതൊക്കെയാണല്ലോ സ്മാർട്ട്നെസ് എന്ന് പറയുന്നത്. ഈ ടെക്നോളജി ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. അതിന് എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് എങ്ങനെ പരിഹരിച്ച് അതിനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കാം എന്നതിലേക്കാണ് നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ടത്. നമ്മൾ ടെക്നോളജി ഉപയോഗിക്കുന്ന കുട്ടികളെ ബ്ലെയിം ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ടെക്നോളജിയെ ബ്ലെയിം ചെയ്തതുകൊണ്ടോ യാതൊരു കാര്യമില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിനെ എങ്ങനെ നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാം, അതിനുള്ള ആപ്ലിക്കേഷൻസും അതുപോലെ തന്നെ അതിനുള്ള സോഫ്റ്റ്വെയറും അതിനുള്ള അന്തരീക്ഷമാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ക്ലാസ് റൂമുകളെല്ലാം സ്മാർട്ട് ആവണം. അത് നേരത്തെ പറഞ്ഞത് ഫുള്ളി സ്മാർട്ട് ആവണം. അപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ക്ലാസ് റൂം പോകാൻ കുട്ടികൾക്ക് കഴിയണം. അത്തരം മൊബൈൽ ഫോണുകളും അത്തരം ഡിവൈസുകളും ടാബ്ലറ്റും ഒക്കെയാണ് നമ്മൾ ഇനി ഭാവിയിൽ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ മാറേണ്ടത്. സാർ പറഞ്ഞു വരുന്നത് പിന്നെ മറ്റൊന്നുമല്ല, ഗാഡ്ജറ്റുകളോടും പിന്നെ ടെക്നോളജിയോടും AI-യോടും ഒക്കെ ഉള്ള നമ്മുടെ ആ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ട് ഇനി ഒരു ഗുണവും ഇല്ല. ബ്ലെയിമിങ് ഈസ് സിംപ്ലി എ വേസ്റ്റേജ് ഓഫ് ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാം. ബ്ലെയിം ചെയ്തിരിക്കാതെ അതിൻ്റെ ഏറ്റവും പോസിറ്റീവായ വശങ്ങളെ ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എഡ്യൂക്കേഷണൽ സെക്ടറിലാണെങ്കിലും കോർപ്പറേറ്റ് സെക്ടറിലാണെങ്കിലും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ ഉപകരിക്കും എന്ന വസ്തുത, യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇത് ഇപ്പൊ ടെക്നോളജി പുറംതിരിഞ്ഞ് നിൽക്കുന്നവരൊക്കെ പുറകോട്ട് സഞ്ചരിക്കുക എന്നതേ ഉള്ളൂ. നമ്മളിപ്പോ മുന്നോട്ടാണ് സഞ്ചരിക്കേണ്ടത്. ഇപ്പൊ എല്ലാവരും കുറെ ആൾക്കാർ ട്രൈ ചെയ്യുന്നത് ഞാൻ നിന്നോട് തന്നെ നിൽക്കാൻ പുറകോട്ട് സഞ്ചരിക്കുക എന്നുള്ള. തീർച്ചയായിട്ടും ആറ്റിറ്റ്യൂഡ് നെഗറ്റീവ് ആണെങ്കിൽ അവർ കാലത്തിനൊപ്പം ഒരിക്കലും അവർക്ക് സഞ്ചരിക്കാൻ കഴിയില്ല, ഒരുപാട് പുറകിലായി പോകും. അതിന്റെ പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ചാൽ മക്കളെ നന്നായിട്ട് നല്ല പാരന്റിങ് കൊടുക്കാൻ എന്താവില്ല, കഴിയില്ല. ബിസിനസ്സാണ് അവർ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിസിനസ്സിനെ പ്രോഫിറ്റബിൾ ആക്കാനും അടുത്ത തലമുറക്ക് കൈമാറാനും എന്താവില്ല, കഴിയില്ല. റിയൽ ലൈഫിൽ പ്രോബ്ലം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് പകരം ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ എന്താന്ന് കാണുക. കാരണം ഇതൊരു പ്രോബ്ലം ആയിട്ട് മാറ്റാതെ സൊല്യൂഷനിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ ഏതൊരവസ്ഥയിൽ, അതിപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഈ പറയുന്ന ടെക്നോളജിയുടെ കാര്യത്തിലും നമ്മൾ പ്രോബ്ലം കണ്ടുപിടിക്കാതെ കുറ്റം പറയാതെ അതിനെ എങ്ങനെ ഉപകാരപ്പെടുത്താന്നുള്ളതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്ന് തോന്നുന്നു. ഇന്നത്തെ നമ്മുടെ ചർച്ചയിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്കാണെങ്കിലും നമ്മുടെ പേഴ്സണൽ ലൈഫിലാണെങ്കിലും ഒരു കോർപ്പറേറ്റ് തലത്തിലാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒരു ക്രീം എടുക്കാൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ എല്ലാ മേഖലയിലും ഒരു വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ, വിപ്ലവം തന്നെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ചർച്ച അവസാനിപ്പിക്കുന്നത്.